അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം സീറത്തുൻ നബവിയ്യ ഒരു വിഷയത്തിന്റെ തുടർച്ചയെന്നോണം 22ാമത്തെ ഒരു ഭാഗത്ത് കഴിഞ്ഞൊരൽപ്പം ഭാഗങ്ങളിൽ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരസ്യ പ്രബോധനത്തെ സംബന്ധിച്ചും അത് ആരംഭിച്ച സന്ദർഭത്തിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ശത്രുക്കൾ അവലംബിച്ച വ്യത്യസ്ത രീതികൾ, ആ രീതികളെല്ലാം പരാജയപ്പെട്ട സന്ദർഭത്തിൽ അതിലൂടെയൊന്നും പ്രതീക്ഷിച്ചൊരു ഫലം അവർക്ക് ലഭിക്കാതിരുന്ന സന്ദർഭത്തിൽ അവസാനമായിട്ട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കണ്ടാൽ അല്ലാതെയെല്ലാം അവർ സംസാരിച്ചത് ഒത്തുതീർപ്പാക്കാൻ അല്ലെങ്കിൽ അനുരഞ്ജനത്തിനുള്ള ചില ശ്രമങ്ങൾ വ്യത്യസ്ത രൂപത്തിലായിട്ട് അവർ നടത്തുകയുണ്ടായി. അതായിരുന്നു കഴിഞ്ഞ ഭാഗത്തെ പരാമർശ വിഷയം. അതും പാളിയതോടുകൂടെ പിന്നീട് ശത്രുക്കൾ അവസാനത്തെ രീതി, 8ാമത്തെ രീതിയായിട്ടുള്ള ശാരീരിക മർദ്ദന മുറകളിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. മുസ്ലിങ്ങളെ ശക്തമായിട്ട് അവർ മർദ്ദിക്കാനും പീഡിപ്പിക്കാനെല്ലാം അവർ ആരംഭിക്കുകയാണ്. ആ ഒരു സന്ദർഭത്തിലാണ് മക്കൻ സൂറത്തുകളിൽ ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയുമായിട്ട് ബന്ധപ്പെട്ട നിരവധി വചനങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത്. അപ്പം അവരുടെ പീഡനങ്ങൾക്കും മർദ്ദനങ്ങൾക്കെല്ലാം ഏറ്റവും കൂടുതൽ ഇരയാകേണ്ടി വന്നത് സമൂഹത്തിൽ ഏറ്റവും ദുർബലരായിട്ടുള്ള ആളുകളാണ്. കാരണം അവരെ സംരക്ഷിക്കാൻ അവിടെ ഗോത്രങ്ങൾ ഉണ്ടായിരുന്നില്ല. നേരത്തെ ഞാൻ പറഞ്ഞു, എല്ലാം ഗോത്രം തിരിഞ്ഞാണ്. സംരക്ഷിക്കാൻ ഗോത്രങ്ങളും സംരക്ഷകനുള്ള ആളുകൾക്ക് പോലും മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വരും. എന്തിനേറെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമുക്കറിയാം മക്കയിൽ ഏറ്റവും പ്രബല ഗോത്രമായിരുന്ന ആ ഖുറൈശി ഗോത്രം, ബനൂ ഹാശിം ഗോത്രത്തിൽപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംരക്ഷകനായിട്ട് ആ സമൂഹത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അബൂ ത്വാലിബ് ഉണ്ടായിരുന്നു. എന്നിട്ടും പല സന്ദർഭത്തിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായിട്ട് മർദ്ദിക്കാൻ വേണ്ടി അവർ മുന്നോട്ട് വരികയാണ്. പല സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ സംരക്ഷിക്കുന്നില്ല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരെ അവർ നടത്തിയ അത്തരത്തിലുള്ള ചില ശ്രമങ്ങൾ, അതാണ് ഈ ഒരു ഭാഗത്തെ പ്രധാനപ്പെട്ട ഫോക്കസ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത്. അപ്പോൾ ശാരീരിക മർദ്ദനങ്ങൾ നമ്മൾ പരാമർശിക്കുന്നതിന് മുമ്പ് നമുക്കറിയാം, ശരീരത്തിനേൽക്കുന്ന മുറിവുകളേക്കാൾ ഏറ്റവും പ്രയാസമാണ് മനസ്സിനേൽക്കുന്ന മുറിവുകൾ. അതാണ് ഉണങ്ങാൻ ഏറ്റവും പ്രയാസം. അത്തരത്തിലുള്ള മുറിവുകൾ, മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു പരസ്യ പ്രബോധനം ആരംഭിച്ചത് മുതലേ അവർ ആ രൂപത്തിൽ റസൂലുള്ളാഹിനെ മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞു, അബൂലഹബും ഭാര്യയും ചെയ്തത് ഞാൻ പറഞ്ഞു. അതിനുശേഷം ആ സമൂഹത്തിലുള്ള ആളുകൾ മുഴുവൻ നിരന്തരം പരിഹാസവാക്കുകൾ റസൂലുള്ളാഹിക്കെതിരെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വ്യക്തിജീവിതത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ 2 പെൺമക്കളെ വിവാഹമോചനം ചെയ്ത് വീട്ടിലേക്ക് അയച്ചു. അതേപോലെ തന്നെ ആകെ ഉണ്ടായിരുന്ന ആൺസന്താനം മരണപ്പെട്ട സന്ദർഭത്തിൽ അബൂലഹബ് ആ മരണത്തെ ആഘോഷിച്ചതെല്ലാം കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു. അത്തരം സന്ദർഭങ്ങളിലെല്ലാം മാനസികമായിട്ട് ഇതേ രൂപത്തിലുള്ള പ്രയാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റ സന്ദർഭത്തിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരന്തരം ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിരവധി മുൻകാല പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ നൽകിയും അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിരന്തരം ആശ്വാസവാക്കുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല വലാ തഹ്സൻ അലൈഹിം വലാ തകുൻ ഫീ ദൈഖിൻ മിമ്മാ യംകുറൂൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, അവരുടെ പേരിൽ നീ ദുഃഖിക്കേണ്ടതില്ല. അവരെ നടത്തിക്കൊണ്ടിരിക്കുന്ന കുതന്ത്രങ്ങളെപ്പറ്റിയൊന്നും അതോർത്ത് ഒരിക്കലും നീ മനപ്രയാസത്തിലാകരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ ആശ്വസിപ്പിക്കാൻ. അതേപോലെ തന്നെ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന ആശ്വാസവാക്കുകൾ നേരത്തെ ഞാൻ പറഞ്ഞു. ഇതേ രൂപത്തിൽ നിരന്തരം അവർ പരിഹസിച്ചു, അവർ കളവാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിനെ അവർ നിഷേധിച്ചു. അതിനെ പല സന്ദർഭത്തിലും പരിഹാസ രൂപത്തിൽ അവർ പലതും അതിനെക്കുറിച്ച് ചോദിച്ചു. അതേപോലെ തന്നെ രണ്ടാമതായിട്ട് കടന്നു വരുന്ന റിസാലത്ത്, റസൂലുള്ളാഹിന്റെ പ്രവാചകത്വത്തെ അവർ നിഷേധിച്ചു, റസൂലുള്ളാഹിനെ അവർ പരിഹസിച്ചു. അതേപോലെ തന്നെ നേരത്തെ പറയാൻ പെട്ടത് മൂന്നാമതായിട്ട് കടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആഖിറത്ത്, മരണാനന്തര ജീവിതത്തെയും അവർ നിഷേധിച്ചു, അതിനെയും അവർ പരിഹസിച്ചു എന്നുള്ളതാണ്. ഖത്താദ അതേപോലെ മുജാഹിദ് റഹിമഹുല്ലാഹ് അവരിൽ നിന്നുള്ള മനോഹരമായിട്ടുള്ള റിപ്പോർട്ട് കാണാൻ സാധിക്കും. ഒരിക്കൽ ഖുറൈശികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആസുബിന് വാഇൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്ത് ഇരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ മുമ്പിലേക്ക് വന്ന് കയ്യിലൊരൽപ്പം ഒരൽപ്പം നുരുമ്പിച്ച എല്ലുകളുമായിട്ടാണ് അദ്ദേഹം വരുന്നത്. ആ എല്ലുകൾ അദ്ദേഹം പൊടിച്ചതിന് ശേഷം, ആ പൊടി റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്നും ഊതിയതിനു ശേഷം അദ്ദേഹം പരിഹാസത്തോടു കൂടെ ചോദിച്ചു, ഈ എല്ലുകളിൽ നിന്ന് അല്ലെങ്കിൽ ഈ നുരുമ്പിച്ച എല്ലുകളിൽ നിന്നും ഞങ്ങളെ പുനർജീവിപ്പിക്കുമെന്നാണോ മുഹമ്മദ് നീ പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ രൂപത്തിൽ അദ്ദേഹം പരിഹാസത്തോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കണം. ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നൽകിയ മറുപടിയാണ്. അവർക്ക് മാത്രമല്ല, അവസാന നാൾ വരെ ഈ മരണാനന്തര ജീവിതത്തെ നിഷേധിക്കുന്ന ആസുബിന് വാഇലിന്റെ പിൻഗാമികളായിട്ടുള്ള ഭൗതികവാദികളോടടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയാണ്. സൂറത്ത് യാസീൻ നമുക്കെല്ലാം സുപരിചിതമായിട്ടുള്ള സൂറത്താണ്.
ആ സൂറത്ത് യാസീന്റെ അവസാനത്തിൽ 77 മുതലുള്ള വചനങ്ങൾ ആ സന്ദർഭത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയത്. അവലം യറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫത്തിൻ ഫഇദാ ഹുവ ഖസീമുൻ മുബീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, മനുഷ്യന് കണ്ടില്ല അവനെ ഞാൻ ഒരു ബീജത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്, നിസ്സാരമായിട്ടുള്ള വസ്തുവിൽ നിന്നാണ് ഞാൻ അവനെ സൃഷ്ടിച്ചത്. ആ സൃഷ്ടിച്ച സന്ദർഭത്തിൽ അവൻ എത്രത്തോളം ദുർബലായിരുന്നു. പിന്നീട് അവന് വളർന്ന് വലുതായി അവനെല്ലാം നേടിയതിനു ശേഷം അവൻ എൻ്റെ അല്ലെങ്കിൽ അവന് പ്രത്യക്ഷ എതിർപ്പുകാരനായിട്ട് മാറുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വളറബ ലനാ മസലൻ വനസിയ ഖൽഖഹു. അവന് നമുക്ക് ചില ഉപമകൾ എടുത്ത് കാണിക്കാൻ. സുബ്ഹാനല്ലാഹ്, അവന് നമുക്ക് ചില ഉപമകൾ കാണിക്കാൻ. അതേ സന്ദർഭത്തിൽ അവനെ ഞാൻ ഏത് രൂപത്തിലാണ് തുടക്കത്തിൽ സൃഷ്ടിച്ചതെന്ന് അവന് മറക്കുകയും ചെയ്യാൻ. എന്നിട്ട് അവന് ചോദിക്കാണ്, മനുഷ്യന് ചോദിക്കുന്നതിനെ സംബന്ധിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഖാല മൻ യുഹീൽ ഇളാമ വഹിയ റമീം. ഈ എല്ലുകൾ ദ്രവിച്ചു പോയിരിക്കെ ആരാണ് അതിന് ജീവൻ നൽകുക? അത് മനുഷ്യന് ചോദിക്കുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ രൂപത്തിൽ ചോദിക്കുക. ആസിബിന് വാഇല്ല പ്രവൃത്തി അതേപോലെ ഇതേ രൂപത്തിൽ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുന്നത്. ദ്രവിച്ചു പോയിരിക്കുന്ന ആ എല്ലുകളിൽ നിന്നും ആരാണ് നമുക്ക് ജീവൻ നൽകുക? മനുഷ്യന്റെ ചോദ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുൽ, പ്രവാചകരെ പറയുക, റസൂലുള്ളാഹിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ കൽപ്പിക്കുകയാണ്, യുഹ്യി അല്ലദീ അൻശഅഹാ അവല മറത്തിൻ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ആദ്യ തവണ അത് ആരാണോ ഉണ്ടാക്കിയത് അവന് തന്നെ അവക്ക് ജീവൻ നൽകുക എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ഒരു ചിത്രം ഏറ്റവും പ്രയാസം ആദ്യത്തിൽ വരക്കാനാണ്. ആദ്യത്തിലൊരു ചിത്രം വരക്കാനാണ് ഏറ്റവും പ്രയാസം. ആദ്യത്തിലൊരാൾ വരച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് നോക്കി പകർത്താൻ യാതൊരു പ്രയാസമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ കാര്യം, അതായത് ആദ്യമായിട്ട് അവനെ ഞാനാണ് ഉണ്ടാക്കിയത്, പിന്നീട് അവനെ പുനഃസൃഷ്ടിക്കാൻ എനിക്കുണ്ടോ വല്ല പ്രയാസവും? അവൻ എല്ലാ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും അറിവുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നിങ്ങൾ നുരുമ്പിച്ച എല്ലല്ല, നിങ്ങൾ കല്ലോ ഭസ്മോ എന്ത് തന്നെ നിങ്ങളായി മാറിയാലും നിങ്ങളെ നിസ്സാരമായിട്ട് ജീവിതത്തിലെ നിങ്ങളെ പുനർജീവിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. പുനർജനിക്കാൻ ഒരു സാധ്യതയില്ലാത്ത രൂപത്തിൽ നിങ്ങൾ എന്ത് വസ്തുവായിട്ട് മാറിയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ തിരിച്ചു കൊണ്ടുവരും. മനോഹരമായിട്ടുള്ള ആയത്ത് സൂറത്തുൽ ഇസ്രാ. സാന്ദർഭികമായിട്ട് ഈ ഒരു ഭാഗത്ത് നമ്മൾ ചേർത്ത് വായിക്കേണ്ട ഒരു ആയത്ത് സൂറത്തുൽ ഇസ്രാ 17-ാമത്തെ അധ്യായം അതിൽ 50-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഖുൽ കൂനു ഹിജാറത്തൻ ഔ ഹദീദൻ. നിങ്ങൾ ഇരുമ്പോ കല്ലോ എന്തെങ്കിലും നിങ്ങൾ ആയിക്കൊള്ളുക. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്കറിയാം ഏറ്റവും ആധുനികമായിട്ട് പാശ്ചാത്യ ലോകത്തെല്ലാം അവർ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവർ ദഹിപ്പിച്ചതിന് ശേഷം ആ ഭസ്മം, ആ ചാരം, ആ കരി, അത് നമുക്കറിയാം, കരി എന്നുള്ളത് പ്രധാനമായിട്ട് കാർബണാണ്. അതിനെ ശക്തമായിട്ടുള്ള മർദ്ദവും പ്രഷറും അതേപോലെ തന്നെ ഹീറ്റ്, ചൂടെല്ലാം നൽകുന്ന സന്ദർഭത്തിൽ ആ കരി അത് ഡയമണ്ട് ആക്കി അവർ മാറ്റിയെടുക്കും എന്നുള്ള. കാരണം കാർബൺ ആണ് നമുക്കറിയാം ഡയമണ്ട്. അത് ഡയമണ്ട് ആക്കിയതിന് ശേഷം പിന്നീട് അത് മോതിരത്തിൽ അത് ഘടിപ്പിച്ച് അത് മോതിരമായിട്ട് നൽകും എന്നുള്ള. മരണപ്പെട്ട ആളെ മോതിരമാക്കി മാറ്റിയിട്ട് ബന്ധുക്കൾക്ക് നൽകി അവർ അത് ഓർമ്മയായിട്ട് സൂക്ഷിക്കും എന്നുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, കുൽ കൂനു ഹിജാറത്തൻ ഔ ഹദീദൻ. നിങ്ങൾ കല്ലോ അല്ലെങ്കിൽ ഇരുമ്പോ എന്തിനെ നിങ്ങൾ ആയിക്കൊള്ളുക. ഔ ഖൽഖൻ മിമ്മ യക്ബുറു ഫീ സുദൂരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല, അതല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തീരെ അസാധ്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന മറ്റെന്തെങ്കിലും വസ്തുവായിട്ട് നിങ്ങൾ മാറിയാലും, നിങ്ങൾ എന്ത് തന്നെ ആയാലും തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ പുനഃസൃഷ്ടിക്കും എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം അത് നിസ്സാരാണ്. സൂറത്തുൽ ഇൻസാൻ മനുഷ്യൻ എന്നുള്ള പേരിലുള്ള അധ്യായം അതിന്റെ ആരംഭവാക്യങ്ങളിലും ഹൽ അത അലൽ ഇൻസാനി ഹീനും മിന ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ, ആ ഭാഗമെല്ലാം നിങ്ങൾ വായിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ രൂപത്തിൽ സംസാരിക്കുകയാണ്. അപ്പൊ ഇത് ആസിബിന് വാഇലിന് മാത്രമല്ല, മറിച്ച് അത് ഖിയാമത്ത് നാൾ വരെ അതിനെ നിഷേധിക്കുന്ന സർവ്വ ആളുകളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുക. അപ്പോൾ മരണാനന്തര ജീവിതത്തെയും അവിടെ ഉണ്ടായിരുന്ന ഖുറൈശികൾ നിഷേധിച്ച് അതിനെ പരിഹസിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ പരിഹാസം മാത്രമായിരുന്നില്ല, മാനസികമായിട്ടുള്ള പീഡനങ്ങൾക്ക് പുറമെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായിട്ട് പീഡിപ്പിക്കാൻ അല്ലെങ്കിൽ മർദ്ദിക്കാനും അവർ ചില ശ്രമങ്ങൾ നടത്തി എന്നുള്ള. പല സന്ദർഭത്തിലും അത്തരം ശ്രമങ്ങളിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിച്ചു. ചില സന്ദർഭങ്ങളിൽ ശത്രുക്കളിൽ നിന്നും ചില ഉപദ്രവങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കേൾക്കേണ്ടി വന്നു. അതിലുള്ള യുക്തി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക്, അതിലുള്ള പൂർണ്ണമായിട്ടുള്ള യുക്തി അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാൻ. തീർച്ചയായിട്ടും അതിൽ നമുക്ക് വലിയ ചില പാഠങ്ങളുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ഈ ഭാഗത്തിന്റെ അവസാനം ഞാൻ സൂചിപ്പിക്കുന്നതാണ്. എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരിൽ നിന്നും ശാരീരികമായിട്ട് ഏൽക്കേണ്ടി വന്ന ചില ആക്രമണങ്ങൾ. ഒന്നാമത്തെ സംഭവം, ഈ സംഭവം സുനൻ തുർമുദിയിലും അതേപോലെ തന്നെ ഇമാം നസായിയും ഒരുപോലെ ഉദ്ധരിക്കപ്പെട്ട പണ്ഡിതന്മാർ ഹസൻ സ്വഹീഹ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള സംഭവം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് നിവേദനം ചെയ്യുന്നത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, ആദ്യ കാലഘട്ടം മുതലേ കഅബാലയത്തിന് സമീപത്ത് പോയിട്ട് പരസ്യമായിട്ട് ആരാധനകൾ നിർവഹിക്കാറുണ്ടായിരുന്നു.
പിന്നീട് പരസ്യ പ്രബോധനം ആരംഭിച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കഅബാലയത്തിന് സമീപത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അബൂജഹൽ കയറി വരാൻ. അബൂജഹൽ കയറി വന്ന് വലിയ ഭീഷണി സ്വരത്തിൽ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി മേലിൽ ഇവിടെ നമസ്കരിക്കാൻ പാടില്ല, ഇനി മേലിൽ ഇവിടെ നമസ്കരിക്കുന്നത് ഞാൻ കാണാൻ പാടില്ല എന്ന് അദ്ദേഹം ഭീഷണി മുഴക്കിക്കൊണ്ട് കടന്നു പോവാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കാര്യമാക്കുന്നില്ല. കാരണം അബൂജഹൽ ആരാണ് അവിടെ നമസ്കാരത്തെ തടയാൻ? റസൂലുള്ളാഹി പ്രവൃത്തി, അതായത് തന്റെ ആരാധനകൾ വീണ്ടും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വീണ്ടും ഒരിക്കൽ അബൂജഹൽ ഉദരണിയിൽ കാണാൻ സാധിക്കും. വീണ്ടും ഒരിക്കൽ അബൂജഹൽ മക്കയിലേക്ക് കയറി വന്ന സന്ദർഭത്തിൽ കണ്ടത് മഖാമ ഇബ്രാഹിമിന്റെ അടുത്ത് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി നമസ്കരിക്കുന്ന കാഴ്ചയാണ് അബൂജഹൽ കണ്ടത്. അപ്പം അദ്ദേഹം ഒരു തവണ വാണിംഗ് നൽകിയിട്ടുണ്ട്. രണ്ടാമത് അത് കണ്ട സന്ദർഭത്തിൽ അദ്ദേഹത്തിന് വല്ലാത്ത ദേഷ്യം വന്ന് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയിട്ട് ഒരല്പം ഉച്ചത്തിൽ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് ഇവിടെ നമസ്കരിക്കുന്ന ഞാൻ നേരത്തെ തടഞ്ഞതല്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി അത് കാര്യമാക്കുന്നില്ല. അബൂജഹൽ തന്റെ സംസാരം തുടരാൻ, അദ്ദേഹത്തിന്റെ ധിക്കാരത്തോടു കൂടിയുള്ള അദ്ദേഹത്തിന്റെ ആ സംസാരം തുടരാൻ അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് നീയും നിന്റെ റബ്ബും എന്നോട് കളിക്കണ്ട, നഊദു ബില്ലാഹ്. ഈ മക്കാ താഴ്വരയിൽ ഏറ്റവും വലിയ സംഘബലമുള്ളവനാണ് ഞാൻ, അതായത് ഈ മക്കാ താഴ്വരയിൽ ഏറ്റവും കൂടുതൽ ആൾബലമുള്ള വ്യക്തിയാണ് ഞാൻ, അതുകൊണ്ട് എന്നോട് കളിക്കണ്ട, നഊദു ബില്ലാഹ്. അദ്ദേഹം പറഞ്ഞ ഈ വാക്ക് പ്രത്യേകമായിട്ട് നിങ്ങൾ മനസ്സിൽ കുറിച്ചു വെക്കുക. ഇൻഷാ അല്ലാഹ് അതിലേക്ക് പിന്നീട് തിരിച്ചു വരും. നിനക്കും നിന്റെ റബ്ബിനും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല, ഈ രൂപത്തിലുള്ള അഹങ്കാരത്തിന്റെ വാക്കുകൾ അദ്ദേഹം പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം വീണ്ടും ഒരിക്കൽ കൂടെ റസൂലുള്ളാഹിക്ക് ഒരു മുന്നറിയിപ്പ് നൽകി, ഇനി മേലിൽ ഇവിടെ നമസ്കരിക്കുന്നത് ഞാൻ കാണാൻ പാടില്ല. ആ രൂപത്തിൽ സംസാരിച്ചുകൊണ്ട് അബൂജഹൽ കടന്നു പോവാൻ. അങ്ങനെ ഒരല്പകാലത്തിന് ശേഷം വീണ്ടും അബൂജഹൽ മക്കയിലേക്ക് വന്ന് ഒരിക്കൽ അവിടെ ഇരിക്കുന്ന ആ സദസ്സ്, ഒരുപാട് ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്, അവരോട് അബൂജഹൽ പരസ്യമായിട്ട് ചോദിച്ചു, ഞാൻ അന്ന് ഒരു താക്കീതെല്ലാം നൽകി പോയതിന് ശേഷം വീണ്ടും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്ന് നമസ്കരിക്കുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? അദ്ദേഹം ഇവിടെ വന്ന് തല നിലത്ത്, അതായത് സുജൂദിൽ വീഴുന്നതായിട്ട് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? ആ സന്ദർഭത്തിൽ ആ സദസ്സിലുള്ള ആളുകളെല്ലാം പറഞ്ഞു, അതെ, മുഹമ്മദ് ഇവിടെ വരാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഒരു സംഭവം സ്വഹീഹ് മുസ്ലിമിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസിൽ വായിക്കാൻ സാധിക്കും. അപ്പൊ ആ സദസ്സ് അതേ എന്ന് മറുപടി പറഞ്ഞപ്പോൾ അബൂജഹലിന് വല്ലാത്ത ദേഷ്യം വന്നു. അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് പരസ്യമായിട്ടൊരു ശപഥം ചെയ്യണം. അദ്ദേഹം പറഞ്ഞു, ലാത്തയും ഉസ്സയുമാണ് സത്യം, നഊദു ബില്ലാഹ്. അദ്ദേഹം പറയാൻ, ഇനി എന്റെ കണ്ണിലെങ്ങാനും ഇത് പെട്ടാൽ, അതായത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ വന്ന് നമസ്കരിക്കുന്ന കാഴ്ചയെങ്ങാനും എന്റെ കണ്ണിൽ പെട്ടാൽ മുഹമ്മദിന്റെ പിരടിക്ക് ഞാൻ ചവിട്ടി മുഖം ഞാൻ നിലത്ത് പൂഴ്ത്തും, നഊദു ബില്ലാഹ്. അതായിരുന്നു അബൂജഹൽ ചെയ്ത ശപഥം. പിരടിക്ക് ചവിട്ടി മുഖം ഞാൻ നിലത്ത് പൂഴ്ത്തുമെന്ന് അദ്ദേഹം അവിടെ വെച്ചുകൊണ്ട് പരസ്യമായിട്ട് ശപഥം ചെയ്യാൻ. അദ്ദേഹം അത് ചെയ്തു പോയി. ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ഒരിക്കൽ അദ്ദേഹം മക്കയിലേക്ക് വന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട ഉടനെ തന്നെ അബൂജഹൽ അദ്ദേഹത്തിന് ദേഷ്യം അടക്കാനായി അദ്ദേഹം റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഓടിയെടുക്കുകയാണ്. അത് ഒരുപാട് ആളുകൾ അവിടെ കണ്ടിരിക്കുന്നുണ്ട് ആ കാഴ്ച. ആ പറഞ്ഞ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി അബൂജഹൽ റസൂലുള്ളാഹിന്റെ അടുത്തേക്ക് ഓടിയെടുക്കുകയാണ്. റസൂലുള്ളാഹിന്റെ ഏകദേശം അടുത്തെത്താനായ സന്ദർഭത്തിൽ പെട്ടെന്ന് അദ്ദേഹം അവിടെ സ്റ്റക്കാവണം. അദ്ദേഹം അവിടെ നിൽക്കുകയാണ്, പിന്നീട് മുന്നോട്ട് നടക്കുന്നില്ല. പിന്നീട് അദ്ദേഹം പോയ അതേ വേഗതയിൽ പിറകിലേക്ക് കാലുകൾ എടുത്തു വെക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുഖമെല്ലാം ഭയന്ന് വിവരണമായിട്ടുണ്ട്. അത് അവിടെ ഇരിക്കുന്ന ആളുകൾക്ക് അത് ദർശിക്കാൻ സാധിക്കും. അവരുടനെ തന്നെ വിളിച്ചു ചോദിച്ചു, എന്തു പറ്റി അബുൽ ഹക്കം? അബൂജഹൽ എന്തു പറ്റി? താങ്കൾ ആ പറഞ്ഞ കാര്യം ചെയ്യാതെയാണല്ലോ തിരിച്ചു പിറകിലേക്ക് വരുന്നത്. ആ സന്ദർഭത്തിൽ അബൂജഹൽ അവരോട് പറഞ്ഞു, പ്രത്യേകം ശ്രദ്ധിക്കുക, അദ്ദേഹം പറഞ്ഞു, എന്റെയും മുഹമ്മദിന്റെയും ഇടയിൽ അഗ്നി കൊണ്ടുള്ള, അതായത് തീ കൊണ്ടുള്ള വലിയൊരു കിടങ്ങ് ഞാൻ കണ്ടു എന്നുള്ള. ആ കിടങ്ങ് മാത്രമല്ല, അതിൽ ചിറകുള്ള ചില സൃഷ്ടിയെയും എന്റെ കണ്ണിൽ ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ ഭയന്ന് പിറകിലേക്ക് നടന്നത്. റസൂലുള്ളാഹിന്റെയും അബൂജഹലിന്റെയും ഇടയിൽ ഒരു അഗ്നിയുടെ അല്ലെങ്കിൽ ഒരു തീയിന്റെ വലിയ കിടങ്ങും അതിൽ ചിറകുകളുള്ള ചിലതും ഞാൻ കണ്ടു. അതുകൊണ്ടാണ് ഞാൻ പിറകിലേക്ക് നടന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരണി കാണാൻ സാധിക്കും. റസൂലുള്ളാഹി തുടർന്ന് പറയുന്നുണ്ട്, ലൗ ദനാ മിന്നി, അവനെങ്ങാനും എന്നെ സമീപിച്ചിരുന്നെങ്കിൽ, അതായത് ആ പ്രവൃത്തി ചെയ്യാൻ വീണ്ടും എന്നെ സമീപിച്ചിരുന്നെങ്കിൽ മലക്കുകൾ അവന്റെ ഓരോ അവയവങ്ങളെയും തട്ടിയെടുക്കുമായിരുന്നു. ഒളുവ റസൂലുള്ളാഹി പറഞ്ഞതാണ്. അതായത് മലക്കുകൾ പീസായിട്ട് അബൂജഹലിനെ തട്ടിയെടുക്കുമായിരുന്നു. റസൂലുള്ളാഹി ഹദീസിൽ പറയാൻ. സുബ്ഹാനല്ലാഹ്. ആ സന്ദർഭത്തിലാണ്, പ്രത്യേകം ശ്രദ്ധിക്കുക, ആ സന്ദർഭത്തിലാണ് ഫഅൻസലല്ലാഹു അസ്സ വജൽ, ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അലഖിന്റെ രണ്ടാമത്തെ പകുതി അവിടെ വെച്ചുകൊണ്ടാണ് അവതരിപ്പിക്കുന്നത്. സൂറത്തുൽ അലഖിന്റെ രണ്ടാം പകുതിയുടെ അവതരണ പശ്ചാത്തലം അതാണ്. അപ്പൊ ആദ്യ പകുതി വഹീന്റെ ആരംഭം എന്നുള്ള ആ ഒരു എപ്പിസോഡിൽ സൂറത്തുൽ അലഖ്, പരിശുദ്ധ ഖുർആനിലെ 96-ാമത്തെ അധ്യായം, ആദ്യമായിട്ട് റസൂലുള്ളാഹിക്ക് നൽകിയ ആ സൂറത്തുൽ അലഖ്, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, അതിന്റെ ആദ്യ പകുതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിറാ ഗുഹയിൽ വെച്ചുകൊണ്ടാണ് നൽകിയത്. അത് നമ്മൾ വിശദമായിട്ട് ആ ഭാഗത്ത് പരാമർശിച്ച് അതിന്റെ തഫ്സീർ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ വിശദീകരിക്കുകയും ചെയ്തു. പക്ഷെ അവിടെയൊന്നും ഞാൻ രണ്ടാം പകുതിയിലേക്ക് കടന്നിരുന്നില്ല. കാരണം
രണ്ടാമത്തെ പകുതിയുടെ അവതരണ പശ്ചാത്തലം മറ്റൊരു സന്ദർഭത്തിലാണ്. ആ സന്ദർഭം ഇതാണ്. ഇനി ഈ ഒരു സംഭവം, അതായത് ഞാനിവിടെ വിശദീകരിക്കപ്പെട്ട ആ സംഭവം മനസ്സിൽ വെച്ചുകൊണ്ട് സൂറത്തുൽ അലഖിന്റെ 2-ാം പകുതി നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നു, അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ല, നമസ്കരിക്കുന്ന എന്റെ ദാസനെ വിലക്കുന്നവനെ നീ കണ്ടില്ലേ? സുബ്ഹാനല്ലാഹ്, നമസ്കരിക്കുന്ന എന്റെ ദാസൻ. അബ്ദ് എന്നാണ് അല്ലാഹു ഇവിടെ അബ്ദ് എന്നുള്ളതുകൊണ്ട് ഉള്ള വിപക്ഷ തഫ്സീറിൽ കാണാൻ സാധിക്കും. ഇന്നൽ അബ്ദ മുസല്ലി ഹുവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ അബ്ദ് എന്നുള്ളതുകൊണ്ട് വിപക്ഷിക്കുന്നത് അവിടെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അബ്ദ് എന്നാണ് ഉപയോഗിച്ചത്. അബ്ദ് എന്നുള്ളത് ഭാഷയിൽ അടിമ എന്നാണ് അർത്ഥം, നമുക്കറിയാം. പക്ഷേ അപ്പോൾ മനുഷ്യന്റെ അടിമ, നമ്മുടെ ഇടയിലേക്ക് ആ വാക്ക് കൊണ്ടുവരുന്ന മനുഷ്യന്റെ അടിമയാവുക എന്നുള്ളത് ഏറ്റവും താഴേക്കിടയിലുള്ള പദവിയാണ്. അതേ സന്ദർഭത്തിൽ സൃഷ്ടാവിന്റെ അടിമയാവുക എന്നുള്ളത് ഏറ്റവും ഉയർന്ന പദവിയാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹിന്റെ മഹത്വം പറയുന്ന പല സ്ഥലത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബ്ദ് എന്നാണ് വിശേഷിപ്പിച്ചതായിട്ട് കാണാൻ സാധിക്കും. 4ലധികം സ്ഥലത്ത് പരിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കും. റസൂലുള്ളാഹിന്റെ വ്യക്തിജീവിതത്തിൽ ഏറ്റവും വലിയ മുഅ്ജിസത്തായിരുന്നു ഇസ്രാ മിറാജ്. ആ മുഅ്ജിസത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് സൂറത്തുൽ ഇസ്രാഇന്റെ ആരംഭത്തിൽ 1-ാമത്തെ വചനത്തിൽ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, അവിടെ അബ്ദ് എന്നാണ് റസൂലുള്ളാഹിനെ വിശേഷിപ്പിച്ചത്. അവിടെ മാത്രമല്ല, ഇപ്പോൾ വെള്ളിയാഴ്ചകൾ നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ വചനത്തിലും അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ്, അവിടെയും അബ്ദ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചത്. വീണ്ടും ഇപ്പോൾ സൂറത്തുൽ ജിന്നിന്റെ 19-ാമത്തെ വചനത്തിൽ വഅന്നഹു ലമ്മാ ഖാമ അബ്ദുല്ലാഹ്, അവിടെ അബ്ദുല്ലാ അവിടെ വിശേഷിപ്പിക്കുന്നതും റസൂലുള്ളാഹിനെ കുറിച്ചാണ്. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ചോദിക്കാണ്, അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ല, നമസ്കരിക്കുന്ന എന്റെ ദാസനെ വിലക്കുന്നവനെ നീ കണ്ടില്ലേ? അപ്പൊ നമസ്കരിക്കുന്ന ദാസനെ വിലക്കുന്നവൻ, അവിടെ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ജനറൽ ആയിട്ടാണ് സംസാരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായിട്ട് പറയുന്നില്ല. കാരണം സമാനമായിട്ടുള്ള സാഹചര്യങ്ങളും ഇനിയും സമാനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുപക്ഷെ ഖിയാമത്ത് നാൾ വരെ മുസ്ലിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നേക്കാം. അവിടെയെല്ലാം ഈ ആയത്താണ് നമുക്ക് പാരായണം ചെയ്യാറുള്ളത്. ഇനിയും നമസ്കരിക്കുന്ന മുസ്ലിങ്ങളെ തടയുന്ന ആളുകൾ, ഇതേ അബൂജഹലിന്റെ പിൻഗാമികൾ വീണ്ടും വന്നേക്കാം എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. അടുത്ത ആയത്ത് നമ്മളൊന്ന് ഓടിച്ചു പോവാണ്. സൂറത്തുൽ അലഖിന്റെ 2-ാം ഭാഗം, അറഅയ്ത ഇൻ കാന അലൽ ഹുദ ഔ അമറ ബിത്തഖ്വ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അദ്ദേഹം എങ്ങാനും സന്മാർഗത്തിലായിരുന്നെങ്കിൽ, അതായത് അബൂജഹൽ ഈ നേർവിരുദ്ധമായിട്ട് അദ്ദേഹം നന്മയുടെ പാതയിലായിരുന്നെങ്കിൽ, കാരണം അത്രയേറെ കഴിവും വിവേകവും ബുദ്ധിയെല്ലാം ഉള്ള ആളായിരുന്നു അബൂജഹൽ. അബുൽ ഹക്കം എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചത് തന്നെ. അത്രയും വലിയ നല്ലൊരു പൊട്ടൻഷ്യൽ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ അഹങ്കാരം, കിബർ കാരണം അതെല്ലാം തെറ്റായിട്ട് ഈ സത്യത്തിനെതിരെയാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭത്തിലായിട്ട് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇമാം അഹ്മദും തുർമുദിയും ഒരുപോലെ ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ ബി അഹദിൽ ഉമറൈൻ, റസൂലുള്ളാഹി പല സന്ദർഭത്തിലായിട്ട് പ്രാർത്ഥിച്ചതാണ് തുടക്കത്തിൽ. അതായത് ഈ രണ്ടിൽ നിന്നും ആരെങ്കിലും ഒരാളെ ഇസ്ലാമിന് നൽകിക്കൊണ്ട് ഈ സത്യത്തെ നീ ബലപ്പെടുത്തണമെന്ന് റസൂലുള്ളാഹി. ആ രണ്ടാളുകൾ, ഒന്ന് അംർ ബിൻ ഹിഷാം, അതായത് അബൂജഹലും, മറ്റൊന്ന് ഉമർ ബിനുൽ ഖത്താബായിരുന്നു. കാരണം അത്രയേറെ കാലിബറുള്ള 2 വ്യക്തികളായിരുന്നു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം വന്നിരുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. എന്നാൽ അടുത്ത ആയത്ത് അലം യഅലം ബി അന്നല്ലാഹ യറ. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, അവൻ അറിയുന്നില്ലേ ഇതെല്ലാം ഞാൻ കാണുന്നുണ്ടെന്ന്, ഈ പ്രവർത്തിക്കുന്നതെല്ലാം ഞാൻ കാണുന്നുണ്ടെന്ന് അവൻ അറിയുന്നില്ലേ? അബൂജഹൽ, നമുക്കറിയാം, അബൂജഹൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ പല രൂപത്തിലായിട്ട് അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിശ്വസിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, ഇതെല്ലാം ഞാൻ കാണുന്നുണ്ടെന്ന് അവർ അറിയുന്നില്ല, അവർ വിശ്വസിക്കുന്ന കാര്യം. ഈ ഒരു ചോദ്യം അബൂജഹലിനോട് മാത്രമല്ല, മറിച്ച് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ ആളുകളോട്, വിശ്വസിക്കുന്നവരും വിശ്വസിക്കാത്ത ആളുകളും അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് കുറ്റങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സർവ്വ ആളുകളോടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്, ഞാൻ കാണുന്നുണ്ടെന്ന് അവരറിയുന്നില്ലേ എന്നുള്ള. അപ്പൊ പലപ്പോഴും മറ്റൊരാൾ കാണുന്നുണ്ടെന്നുള്ള ബോധം വരുന്ന സന്ദർഭത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്ന രീതിയെല്ലാം മാറും. അതുകൊണ്ടാണ് കുറ്റവാളികൾ കുറ്റകൃത്യം ചെയ്യുന്ന സന്ദർഭത്തിൽ ആദ്യം അവർ ഉറപ്പുവരുത്താറുള്ള ഒരു കാര്യം, മറ്റാരും ഞങ്ങളെ കാണുന്നില്ല എന്നാണ്. ഇപ്പൊ ഇന്നത്തെ കാലത്ത് CCTV എല്ലാം നശിപ്പിച്ച് അവിടെ ഇല്ലാന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമാണ് അവർ ആ ഒരു പ്രവൃത്തി ചെയ്യാറുള്ളത്. അതേപോലെ അത് മുസ്ലിം ആകട്ടെ അമുസ്ലിം, ഏതൊരാൾ ആ രൂപത്തിലാണ് പ്രവർത്തിക്കാറുള്ളത്. അതേപോലെ കാഴ്ച മാത്രമല്ല, കേൾവിയായാലും, ഇപ്പൊ നമ്മുടെ സംസാരമായാലും കേൾവിയായാലും എല്ലാം മറ്റൊരാൾ, ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന സന്ദർഭത്തിൽ ആ സംസാരം നമ്മളിങ്ങനെ കേവലം സംസാരിച്ചുകൊണ്ട് മറ്റൊരാൾ നിങ്ങളുടെ സംസാരം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ സംസാരത്തിന്റെ ആ പാറ്റേൺ എല്ലാം മാറും. വളരെ ശ്രദ്ധിച്ചായിരിക്കും നമ്മൾ സംസാരിക്കുക. കാരണം മറ്റൊരാളത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്, അത് ഒരുപാട് ആളുകൾ കേൾക്കാൻ പോവാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയാണ്, ഞാൻ എല്ലാം കാണുന്നുണ്ടെന്ന് അവരറിയുന്നില്ലേ? സുബ്ഹാനല്ലാഹ്. ഏത് സന്ദർഭത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ നിരീക്ഷണ വലയത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ഒറ്റയ്ക്കിരുന്ന് നിങ്ങൾ കഥകടച്ചൊരു തെറ്റ് ചെയ്യുന്ന സന്ദർഭത്തിലും
പരസ്യമായിട്ട് ആളുകൾക്കിടയിൽ ആ തെറ്റ് ചെയ്യുന്ന രണ്ടും അള്ളാന്റെ കാഴ്ചയിൽ സമാനാണ്. അലം യഅലം ബി അന്നല്ലാഹ യറ, അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അബൂജഹലിനും അനുയായികൾക്കുള്ള താക്കീത് കല്ലാല ഇല്ലം യൻതഹി ലനസ്ഫഅൻ ബിൻ നാസിയ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ ഈ പ്രവൃത്തിയിൽ നിന്നെങ്ങാനും അവർ വിരമിക്കുന്നില്ലെങ്കിൽ, അതായത് ഈ ഇസ്ലാം സ്വീകരിച്ച ഈ പാവങ്ങൾക്കെതിരെ ഇതേ രൂപത്തിലുള്ള അക്രമങ്ങൾ ഇനിയും നിങ്ങൾ തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ മൂർധാവ്, അതായത് കുടുംബ എന്നറിയും, ആ തലയുടെ ആ മുൻഭാഗം, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അത് ഞാൻ പിടിച്ച് വലിച്ചെടുക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ നാസുയ എന്നുള്ള പദത്തിന് അർത്ഥം ആ തലയുടെ ഫോർലോക്ക് എന്നുള്ള ഭാഗം, അത് കുറ്റവാളികളുടെ ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞ സന്ദർഭത്തിൽ പരിശുദ്ധ ഖുർആനിൽ നാസുയ എന്നുള്ള പദത്തിന്റെ ബഹുവചന രൂപത്തിൽ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് റഹ്മാനിൽ നേരത്തെ നമ്മൾ തഫ്സീർ വിശദമായിട്ട് ചെയ്തതാണ്. സൂറത്ത് റഹ്മാന്റെ 41-ാമത്തെ വചനത്തിൽ യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും ഫയഖുദു ബിൻ നവാസി വൽ അഖ്ദാം, അവിടെ നാസിയ എന്നുള്ളതിന്റെ ബഹുവചന രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതേ പദം അവിടെ ഉപയോഗിക്കുന്നുണ്ട്. അവരുടെ ആ മൂർധാവ് പിടിച്ചുകൊണ്ട് ഞാൻ വലിച്ചെടുക്കും. നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ കള്ളവാദിയായ അധർമ്മം ചെയ്യുന്ന ആ ഭാഗം, അതായത് അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള നിരവധി വശങ്ങളുണ്ട്. അതൊന്നും നമ്മുടെ വിഷയമായിട്ട് ബന്ധപ്പെടുന്നതല്ല. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള പഠനങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കുക. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, നമ്മുടെ വിഷയത്തിലേക്ക് വരാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫൽ യദ്ഉ നാദിയ, അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവന്റെ സഭയെ വിളിക്കട്ടെ. അവിടെ നേരത്തെ ഞാൻ നിങ്ങളോട് ഓർത്തു വെക്കാൻ പറഞ്ഞ അബൂജഹൽ നേരത്തെ റസൂലുള്ളാഹിനെ ഭീഷണിപ്പെടുത്തുന്ന സന്ദർഭത്തിൽ പറഞ്ഞൊരു വാക്ക്, ഈ മക്കാ താഴ്വരയിൽ ഏറ്റവും കൂടുതൽ സംഘബലമുള്ളവനാണ് ഞാൻ, അതാണ് അബൂജഹലിന്റെ വാക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് ഫൽ യദ്ഉ നാദിയ, അവന്റെ സംഘത്തെ വിളിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. അതായത് നിങ്ങൾ നാദിയ എന്നുള്ളതിന്റെ അർത്ഥം സഭാ കക്ഷി അല്ലെങ്കിൽ ആ പാർട്ടി. അബൂജഹൽ അവന്റെ ആളുകളെ മുഴുവൻ വിളിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ് സനദഉ സബാനിയ, ആ സന്ദർഭത്തിൽ ഞാൻ എൻ്റെ സബാനിയെ വിളിക്കും. സബനിയ എന്നുള്ളതിന്റെ ബഹുവചനം സബാനിയ എന്ന് വെച്ചാൽ കാവൽക്കാരം, അതല്ലെങ്കിൽ സെക്യൂരിറ്റി, മോഡേൺ അറബിക്കൽ പോലീസ് എന്നുള്ള അർത്ഥത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ സംഘത്തെയും വിളിക്കും എന്നുള്ള. ഏതാണ് അള്ളാഹിന്റെ സംഘം, അള്ളാഹിന്റെ സൈന്യം ഏതാണെന്ന് സൂറത്തുൽ മുദ്ദസ്സിറിന്റെ 31-ാമത്തെ വചനത്തിൽ വമാ യഅലമു ജുനൂദ റബ്ബിക ഇല്ലാ ഹുവ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അള്ളാഹിന്റെ സൈന്യം എന്നുള്ളതുകൊണ്ട് പ്രഥമമായിട്ട് വിവക്ഷിക്കുന്നത് മലക്കുകളെയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാം അതേ രൂപത്തിൽ അവന്റെ ആളുകളെ പിടിക്കുകയാണെങ്കിൽ മലക്കുകളെ വിട്ടുകൊണ്ട് ഞാൻ സഹായിക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇവിടെ സബാനി എന്നുള്ള വിപക്ഷ തഫ്സീറുകളിൽ നരകത്തിന്റെ കാവൽക്കാരായിട്ടുള്ള മാലാകമാരെന്നുള്ള. സുബ്ഹാനല്ലാഹ്. നേരത്തെ കണ്ട കാഴ്ച ഇവിടെ ചേർത്ത് വെക്കുക. അബൂജഹൽ റസൂലുള്ളാഹിന്റെ പിരടിക്ക് ചവിട്ടാൻ വേണ്ടി നടന്നു നീങ്ങിയ സന്ദർഭത്തിൽ അബൂജഹൽ കണ്ട കാഴ്ചയും സമാനാണ്. അതായത് തീയിന്റെ ഒരു വലിയ തീയിന്റെ കിടങ്ങും അതിലെ ചിറകുകളെല്ലാം ചില സൃഷ്ടിയും. സുബ്ഹാനല്ലാഹ്. കല്ലാല തുതിഅഹു വസ്ജുദ് വഖ്തരിബ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനമായിട്ട് പറഞ്ഞു പ്രവാചകരെ താങ്കൾ ഒരിക്കലും അവനെ അനുസരിക്കരുത്. താങ്കൾ വസ്ജുദ് വഖ്തരിബ്, താങ്കൾ നമസ്കരിക്കുക, സുജൂദ് ചെയ്യുക, അള്ളാഹിന്റെ സാമീപ്യം നിങ്ങൾ തേടുക എന്നുള്ള. അബൂജഹൽ പറഞ്ഞൊന്ന് കേട്ട് താങ്കൾ ഭയപ്പെട്ട് പിന്മാറേണ്ടതില്ല, താങ്കൾ സുജൂദിലേക്ക് പോവാ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ചിന്തിച്ചു നോക്കും മറ്റൊരു മനോഹരമായിട്ടുള്ള കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുകളെല്ലാം അവർക്ക് മുമ്പിൽ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ റസൂലുള്ള അവരെ വെല്ലുവിളിക്കുന്നതിന് സമാനമാണ്. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വീക്ഷണത്തിൽ ഇത് റസൂലുള്ളാഹിന്റെ കലാമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ല സംസാരിക്കുന്നത്. അപ്പോൾ റസൂലുള്ള നേരിട്ട് ആയത്തുകളെല്ലാം പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ അബൂജഹലിന് മുമ്പിൽ പാരായണം ചെയ്യുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനം പറയാണ് കല്ലാല തുതിഅഹു വസ്ജുദ് വഖ്തരിബ്, താങ്കൾ ധൈര്യമായിട്ട് അവിടെ സുജൂദ് ചെയ്തുകൊള്ളുക, അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷിക്കുക എന്നുള്ള. സുബ്ഹാനല്ലാഹ്. മാത്രമല്ല സൂറത്തുൽ അലഖിന്റെ അവസാനത്തിൽ നമുക്കറിയാം സുജൂദ് കൂടെയാണ്. അതിമനോഹരമാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇതായിരുന്നു ഒന്നാമത്തെ സന്ദർഭം. രണ്ടാമത്തെ സംഭവം സ്വഹീഹുൽ ബുഖാരിയിൽ വായിക്കാൻ സാധിക്കും. ഉർവ ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള നിവേദനം. പ്രത്യേകം മനസ്സിലാക്കുക, ഉർവ ബിൻ സുബൈർ അദ്ദേഹം സ്വഹാബിയായിരുന്നല്ല, അദ്ദേഹം പ്രമുഖനായിട്ടുള്ള താബിയാണ്. അദ്ദേഹം ജനിക്കുന്നത് റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷമാണ്. അതായത് അബ്ദുല്ലാഹ് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. അദ്ദേഹമാണ് ഹദീസ് ഉദ്ധരിക്കുന്നത്. അദ്ദേഹം ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം ചോദിക്കുകയാണ്, അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനോട് അദ്ദേഹം ചോദിക്കുകയാണ്, മക്കയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മുശ്രിക്കുകൾ ചെയ്ത ഏറ്റവും വലിയ ക്രൂരപ്രവൃത്തി എന്താണ്? അതായത് റസൂലുള്ളാഹിനോട് അവർ ചെയ്ത ഏറ്റവും വലിയ കടുങ്കൈ എന്താണ്? ആ സന്ദർഭത്തിൽ തന്റെ പിതാവിൽ നിന്ന് കിട്ടിയ വിവരത്തിന്റെ എല്ലാം അടിസ്ഥാനത്തിൽ അബ്ദുല്ലാഹ് ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഏറ്റവും വേദനിപ്പിക്കുന്ന അവർ ചെയ്ത ഏറ്റവും വലിയ ക്രൂരപ്രവൃത്തി അദ്ദേഹം പറയാണ്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കഅബാലയത്തിന്റെ ഹിജ്റിൽ ഹതീമിൽ റസൂലുള്ളാഹ് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ
ശത്രുക്കളിൽ നിന്നും ഉഖ്ബ ഇബ്നു അബി മുഈത്ത് എന്നറിയപ്പെടുന്ന നീചനായിട്ടുള്ള വ്യക്തി, അദ്ദേഹം വളരെ തരം താഴ്ന്ന വ്യക്തിയാണ്. അതായത് റസൂലുള്ളാഹിന്റെ ശത്രുക്കളെ പ്രത്യേകം മനസ്സിലാക്കുക, റസൂലുള്ളാഹിന്റെ ശത്രുക്കൾ തന്നെ വ്യത്യസ്ത രൂപത്തിലുള്ള ആളുകളായിരുന്നു. അതായത് വളരെ ഒരല്പെങ്കിലും മാന്യത കാത്തു സൂക്ഷിച്ച, വളരെ തരം താഴാതെ മാന്യമായിട്ട്, അതായത് മാന്യമായിട്ടുള്ള നിരവധി ഒപ്പോണന്റ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിനെ പോലെ, അബൂ സുഫിയാനെ പോലെ, അല്ലെങ്കിൽ ഉമർ ബിൻ അൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ പോലെ തുടക്കത്തിലുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. അവരെല്ലാം വളരെ മാന്യമായിട്ടാണ് അവര് ആ ആദർശത്തെ എതിർത്തത്. അതേ സന്ദർഭത്തിൽ വളരെ നീചമായിട്ടുള്ള രീതി സ്വീകരിച്ച് മാന്യതയുടെ എല്ലാ അതിർവരമ്പും ലംഘിച്ച് വളരെ തരം താഴ്ന്ന അഹങ്കാരത്തോടുകൂടെ സംസാരിക്കുകയും മറ്റുള്ളവരെ അകാരണമായിട്ട് ഉപദ്രവിക്കുകയെല്ലാം ചെയ്ത അബൂജഹലിനെ പോലെ, അബൂലഹബിനെ പോലെ, ഉഖബയെ പോലെ, അല്ലെങ്കിൽ ഉമയ്യ ബിൻ ഖലഫിനെ പോലെയുള്ള ആളുകൾ, അത്തരം ആളുകൾ, അതാണ് മറ്റൊരു കാറ്റഗറി. അതിൽ അത്ഭുതം എന്താണെന്ന് വെച്ചാൽ ആദ്യത്തെ കാറ്റഗറിയിലുള്ള എല്ലാ ആളുകൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ഇസ്ലാം നൽകി അവരെ അനുഗ്രഹിച്ചു എന്നുള്ളതാണ്. കാരണം അവര് ഈ രൂപത്തിൽ എതിർക്കുന്നുണ്ടെങ്കിലും അവർക്കൊരല്പെങ്കിലും മാന്യതയും ശുദ്ധമായിട്ടുള്ളൊരു ഹൃദയം, എവിടെയോ ഒരു വെളിച്ച ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ്, നമ്മുടെ അദ്ദേഹത്തിലേക്ക് തിരിച്ചുവരാണ്. അബ്ദുല്ലാഹ് ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഏറ്റവും റസൂലുള്ളാഹിനോട് അവർ ചെയ്ത ഏറ്റവും ക്രൂരമായിട്ടുള്ള പ്രവൃത്തി, റസൂലുള്ളാഹി ഒരിക്കലും നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഉഖ്ബ ഇബ്നു അബി മുഈത്ത് അദ്ദേഹം പിറകിൽ നിന്ന് വരികയാണ്. പിറകിൽ നിന്ന് വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലേക്ക് അദ്ദേഹം തന്റെ ഷോള് അദ്ദേഹം ധരിച്ച മുണ്ടിട്ടിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിറകിൽ നിന്നും മുണ്ട് മുറുക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശ്വാസം മുട്ടി പിടയാൻ ആരംഭിച്ച സന്ദർഭത്തിൽ ഒരാളും രക്ഷിക്കാനില്ല. കാരണം അവിടെ ആ സംഭവം ദർശിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും ശത്രുക്കളാണ്. റസൂലുള്ളാഹി അവിടെ പിടയുന്ന സന്ദർഭത്തിൽ ആ സംഭവം അവിടെ കണ്ടുനിന്ന ഏതോ ഒരാൾ ഉടനെ തന്നെ പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് വിവരം അറിയിച്ചു, നിന്റെ സ്വാഹിബിനെ അവിടെ മറ്റുള്ള ആളുകൾ ഇതാ വധിക്കാൻ ശ്രമിക്കുന്നു. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടിയെത്തുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഓടി വന്ന് ഉഖബയെ അദ്ദേഹം പിറകിൽ നിന്നും ബലം ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം തള്ളി മാറ്റാണ്. എന്നിട്ട് അദ്ദേഹം ദേഷ്യത്തോടുകൂടെ ഉഖബയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു, അത്തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബിയല്ലാഹ്, എന്റെ റബ്ബ്, എന്റെ രക്ഷിതാവ്, എന്റെ റബ്ബ് അള്ളാഹു ആണെന്ന് പറഞ്ഞതിന്റെ കാരണം കൊണ്ട് മാത്രം നിങ്ങൾ ഒരാളെ വധിക്കുകയാണോ? അതായത് കമാ ഖാല റജുലുൻ മുഅ്മിനും മിൻ ആലി ഫിർഔൻ, സൂറത്തുൽ ഗാഫിർ, സൂറത്തുൽ മുഅ്മിൻ എന്ന പേരിൽ ആ അധ്യായം അറിയപ്പെടുന്നത്. അതിന്റെ 40-ാമത്തെ ആയത്ത് നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ ഫിർഔന്റെ ആൾക്കാരിൽപ്പെട്ട അതായത് ഫിർഔന്റെ പടയാളികളിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിൽ വിശ്വസിച്ചിരുന്നു. പക്ഷെ ആ വിശ്വാസം അദ്ദേഹം രഹസ്യമാക്കി വെച്ചു. അവസാനം ആ കഥയുടെ അവസാനത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ ഫിർഔൻ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ വധിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുന്ന ആ സന്ദർഭത്തിൽ അദ്ദേഹം തന്റെ വിശ്വാസം പരസ്യമാക്കിക്കൊണ്ട് അദ്ദേഹം ചോദിച്ച ആ ചോദ്യമാണ്, അത്തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബിയല്ലാഹ്. അദ്ദേഹം അവിടെ ചോദിച്ച ചോദ്യമാണ് ഫിർഔന്റെ കൊട്ടാരത്തിൽ. അതേ വാക്കുകൾ നൂറ്റാണ്ടുകൾക്ക് ശേഷം മക്കയിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വായിലൂടെ അതേ വാക്കുകൾ വീണ്ടും ആവർത്തിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഈ സംഭവം ഈ ആയത്തിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു ഖൗല് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, മൂസാ നബിയുടെ ജനതയിലുള്ള ഒരു വിശ്വാസിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖൗമിലുള്ള ഒരു വിശ്വാസിയും രണ്ടാളും പറയുന്നത് ഒരേ വാക്കാണ്, പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ വ്യത്യാസം പറയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നാഴിക സമയം ഫിർഔന്റെ ആൾക്കാരിലുള്ള സത്യവിശ്വാസികളെക്കാളെല്ലാം എത്രയോ ഉത്തമമായിരുന്നു. കാരണം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ ഈമാൻ ഒരിക്കൽ പോലും മറച്ചു വെച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. ആദ്യത്തിൽ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുക മാത്രമല്ല, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ഈമാൻ പരസ്യപ്പെടുത്തി അദ്ദേഹത്തിന്റെ ധനവും രക്തവും എല്ലാം അള്ളാന്റെ മാർഗത്തിൽ കഴിയുന്നത്ര അദ്ദേഹം ചെലവഴിക്കുകയും ചെയ്തു എന്നുള്ള ആ ഫിർഔന്റെ കൊട്ടാരത്തിൽ പറഞ്ഞ വ്യക്തിയേക്കാൾ, അല്ലെങ്കിൽ അവ മൊത്തം ആളുകളെക്കാൾ ഉത്തമനാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. ചിന്തിച്ചു നോക്കുക, പിൻകാലഘട്ടത്തിൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനിടയിൽ ശത്രുതയുണ്ടെന്നെല്ലാം പ്രചരിപ്പിക്കുന്ന ചില വികലവാദികളുണ്ട്. ചിന്തിച്ചു നോക്കുക നിങ്ങൾ. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഭൂമിയിൽ പ്രവാചകന്മാർ കഴിഞ്ഞാൽ നടന്ന ഏറ്റവും നല്ല വ്യക്തി, ഏറ്റവും വിശിഷ്ടനായിട്ടുള്ള വ്യക്തി എന്നെല്ലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ വിശേഷിപ്പിക്കാനുള്ള കാരണം. അപ്പൊ അവിടെ ആ ഒരു സംഭവം അരങ്ങേറിയ സന്ദർഭത്തിൽ അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ രക്ഷകനായിട്ട് എത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ അബൂബക്കറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംരക്ഷിക്കുകയാണ്. അതിലും തീർന്നില്ല, അതിനേക്കാൾ മോശമായിട്ടുള്ള മറ്റൊരു സാഹചര്യവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്ക കാലഘട്ടത്ത് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. അതേതാന്ന് വെച്ചാൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, സ്വഹീഹുൽ ബുഖാരിയിൽ ഈ ഉദ്ധരണി കാണാൻ സാധിക്കും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് 17-ാമത്തെ ഭാഗത്ത്
നിരവധി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. അദ്ദേഹം പറയാണ്, ഒരിക്കൽ ആ കഅബാലയത്തിന് സമീപത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം, അവർ റസൂലുള്ളാഹിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതെല്ലാം കഅബാലയത്തിന് നമസ്കരിക്കുന്ന ആ സന്ദർഭം, അതായത് പരസ്യമായിട്ടാണ് അവർ ആക്രമിക്കുന്നത്. അത് ആ രൂപത്തിൽ അവർ ചെയ്യാനുള്ള ഒരു കാരണം, പരസ്യമായിട്ട് ആക്രമിക്കുക വഴി അനുയായികൾക്ക് അതിലൂടെ ഒരു താക്കീത് നൽകുകയാണ്. അതാണ് അവരുടെ ലക്ഷ്യം. ഏതുപോലെ സമകാലിക ലോകത്തും സമാനമായിട്ട് മുസ്ലിങ്ങളെ ആക്രമിച്ച് അത് വീഡിയോ എടുത്തിട്ട് മറ്റുള്ള ആളുകളിലേക്ക് സ്പ്രെഡ് ചെയ്യുന്ന അതേ രൂപത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്ന നീചമായിട്ടുള്ള മനസ്സിന്റെ ഉടമകളുണ്ട്. അതേ രൂപത്തിലാണ് അവരും ചിന്തിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നമസ്കരിക്കുന്ന സന്ദർഭത്തിൽ, റസൂൽ നമസ്കരിക്കാൻ ആരംഭിച്ച സന്ദർഭത്തിൽ അവിടെ ഇരിക്കുന്ന അബൂജഹലും അദ്ദേഹത്തിന്റെ അനുയായികൾ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അബൂജഹൽ ഉടനെ തന്നെ ആ സദസ്സിന് അദ്ദേഹത്തിന്റെ ആ വൃത്തികെട്ട അനുയായികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് അദ്ദേഹം ചോദിച്ചു, നമ്മൾ 2-3 ദിവസം മുമ്പ് ഒരു ഒട്ടകത്തെ അറുത്ത് നിങ്ങൾ ഓർക്കുന്നില്ലേ? അപ്പൊ മക്കയിൽ വല്ലപ്പോഴും അവിടെ ഒട്ടകത്തെ അറുത്ത് അവർ മാംസം വിതരണം ചെയ്യാറുണ്ട്. വിതരണം ചെയ്തതിന് ശേഷം ആ ശരീര അവശിഷ്ടങ്ങളെല്ലാം, വേസ്റ്റെല്ലാം അവർ ഉപേക്ഷിക്കുന്ന മക്കയുടെ പുറത്തുള്ളൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്താണ് അവർ കൊണ്ടുപോയി ഉപേക്ഷിക്കാറുള്ളത്. അപ്പൊ അബൂജഹൽ ആ സദസ്സിനോട് ചോദിക്കാണ്, നിങ്ങളിൽ ആരാണ് പോയിട്ട് നമ്മൾ 2-3 ദിവസം മുമ്പ് ഉപേക്ഷിച്ച ആ ഒട്ടകത്തിന്റെ കുടൽമാല അല്ലെങ്കിൽ ആ ശരീര അവശിഷ്ടങ്ങൾ കൊണ്ടുവന്ന് മുഹമ്മദിന്റെ തലയിൽ, മുഹമ്മദിന്റെ മീതെ ചാർത്താൻ ആർക്കാണ് നിങ്ങളിൽ ധൈര്യമുള്ളത്? നഊദു ബില്ലാഹ്. അദ്ദേഹം ചോദിക്കാണ് സദസ്സിനോട്. ആ സന്ദർഭത്തിൽ ആ സദസ്സിൽ ഏറ്റവും നീചനായിട്ടുള്ള വ്യക്തി, നേരത്തെ പറഞ്ഞ അതേ വ്യക്തി ഉഖബ ഇബ്നു അബി മുഈത്ത് ലഅനഹുല്ലാഹ്, അദ്ദേഹം എഴുന്നേറ്റുന്നോണ്ട് പറഞ്ഞു, നിസ്സാരമായിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ചെയ്യാതെ. എന്നിട്ട് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് എഴുന്നേറ്റ് പോവാൻ. ഇതേ രൂപത്തിൽ അവര് അവശിഷ്ടങ്ങളെല്ലാം ഉപേക്ഷിക്കുന്ന ആ സ്ഥലത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് അദ്ദേഹം നടന്നു നീങ്ങാൻ. എന്നിട്ട് അദ്ദേഹം അവിടെ പോയി ആ ചീഞ്ഞ, ആ ഈച്ച അറുക്കുന്ന രക്തവും മറ്റും ഒട്ടിപ്പിടിക്കുന്ന ദുർഗന്ധം വമിക്കുന്ന ആ ഒട്ടകത്തിന്റെ ആ ഭാരമുള്ള ആ ശരീര അവശിഷ്ടങ്ങൾ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് എടുക്കുകയാണ്. ചിന്തിച്ചോക്കെ എത്രത്തോളം അവരുടെ മനസ്സിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവർക്കുള്ള വിദ്വേഷം എത്രയായിരുന്നു. എന്താണ് റസൂലുള്ളാഹി അവരോട് ചെയ്തത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. എന്നിട്ട് അദ്ദേഹം സ്വന്തം കൈകൊണ്ട് ആ ഭാരമുള്ള അത് താങ്ങിപ്പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്ന് റസൂലുള്ളാഹി സുജൂദിലായിരിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ മേലേക്ക് അത് ചാർത്തുകയാണ്. ആ കാഴ്ച കണ്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ വേദനയോടുകൂടെ ഒരല്പം ദൂരെ നിന്നുകൊണ്ട് ആ കാഴ്ച ഞാൻ കണ്ടു നിന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിന് പ്രതികരിക്കാൻ കഴിയില്ല. അദ്ദേഹം അടിമയാണ്. അദ്ദേഹം എന്തെങ്കിലും പ്രതികരിച്ചാൽ ആ സംഘം ആളുകൾ അദ്ദേഹത്തെ കൂടി തല്ലി അദ്ദേഹത്തെ ഒരുപക്ഷെ അദ്ദേഹത്തെ വധിക്കും. അപ്പൊ വേദനയോടുകൂടെ ഞാനത് കണ്ടു നിന്നു. എനിക്ക് വല്ലതും ചെയ്യാൻ കഴിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ സുജൂദിൽ തന്നെ കിടക്കണം. ആ കാഴ്ച കണ്ടിട്ട് അവിടെയുള്ള അബൂജഹലും അദ്ദേഹത്തിന്റെ സംഘവും ഫസ്തലഹക്കൽ ഖൗം, അവരാർത്തഹട്ടഹസിച്ച് ചിരിക്കാൻ തുടങ്ങി. ചില ആളുകൾ ചിരിച്ച് നമ്മൾ ചിരിച്ച് വീഴാന്നെല്ലാം പറയുന്നത് പോലെ ആർത്തഹട്ടഹിച്ച് ചിലർ പിറകിലേക്ക് വീണുപോയി എന്നുള്ളതാണ്. അത്രയേറെ അവര് ആ കാഴ്ച ആസ്വദിക്കാൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതേ രൂപത്തിൽ അവിടെ നിൽക്കുകയാണ്. റസൂലുള്ളാഹിക്ക് തല പൊക്കാൻ വയ്യ. ആ കൂട്ടത്തിൽ ഒരല്പം റസൂലുള്ളാഹിനെ അനുകമ്പയുള്ള ആരോ റസൂലുള്ളാഹിന്റെ വീട്ടിൽ പോയിട്ട് കാര്യം ബോധിപ്പിച്ചു. അതായത് ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ കിടക്കുന്നുണ്ട്. ആ കേട്ട സന്ദർഭത്തിൽ വീട്ടിലാകെ ഉണ്ടായിരുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെറിയ മകള്, 8-9 വയസ്സ് മാത്രം പ്രായമുള്ള ഫാത്തിമ റളിയല്ലാഹു അൻഹ. അവര് ചെറിയൊരു കുട്ടിയായിരുന്ന ആ സന്ദർഭത്തിൽ അവർ കരഞ്ഞുകൊണ്ട് അവിടേക്ക് ഓടി വന്ന് തന്റെ പിതാവിന്റെ ആ പുണ്യ ശരീരത്തിൽ നിന്നും ആ വൃത്തികേടുകൾ ആ ചെറിയ കുഞ്ഞിക്കൈ കൊണ്ട് അവരെടുത്തു മാറ്റുകയാണ്. അവർ കഷ്ടപ്പെട്ട് എടുത്തു മാറ്റി. മറ്റൊരാളും സഹായിക്കാൻ പോലും വരുന്നില്ല. എടുത്തു മാറ്റിയതിനു ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ നിന്നും എഴുന്നേറ്റ് നമസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം ആ സന്ദർഭത്തിലും അവിടെ കണ്ടുനിന്ന ശത്രുക്കൾ അവരെ അട്ടഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൈവിരലുകൾ അള്ളാഹുവിലേക്ക് ഉയർത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്, അല്ലാഹുമ്മ അലൈക ബി ഖുറൈശ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ സലാസ മറാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹ് ഖുറൈശികളെ നീ പിടികൂടണം. അതായത് നീ അവരുമായിട്ട് ഡീൽ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ. അതിനുശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുന്ന അതിന് മുൻകൈയെടുത്ത ഓരോ ആളുകളെയും പേരെടുത്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, അല്ലാഹുമ്മ അലൈക ബി അബി ജഹൽ മിൻ ഇബ്നു ഹിശാം. ശേഷം അല്ലാഹുമ്മ അലൈക ഉത്ബത്ത് ഇബ്നു റബീഅ, അല്ലാഹുമ്മ അലൈക ഉഖബ ഇബ്നു അബി മുഈത്ത്, അല്ലാഹുമ്മ അലൈക. അതേ രൂപത്തിൽ റസൂലുള്ളാഹി ഓരോ ആളുകളുടെയും പേരെടുത്തുകൊണ്ട് അവർക്കെതിരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിലേക്ക് കൈയുയർത്തുകയാണ്. ആ 7 ആളുകളുടെ പേരെടുത്ത് പറഞ്ഞ് അത് കേട്ട് അവർ ഭയന്നു. അതോടുകൂടെ സദസ്സ് നിശബ്ദാവുകയാണ്. കാരണം റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന അവർ അത്രയേറെ ഭയന്നിരുന്നു.
അവര് നിശബ്ദമായി. അവരുടെ മുഖത്ത് ആ ഭയം കൃത്യമായിട്ട്, ആ ഭാവമാറ്റം കൃത്യമായിട്ട് ആർക്കും കാണായിരുന്നു. ആ രൂപത്തിൽ അവർ അത്രയേറെ ഭയന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹദീസ് തുടരുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന സ്വീകരിച്ചു. ഒരല്പം കഴിഞ്ഞ്, ഉടനെയല്ല, ചിന്തിച്ചു നോക്കുക. അതായത് ചില സന്ദർഭത്തിൽ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ആ പ്രാർത്ഥനയ്ക്ക് ഏത് സന്ദർഭത്തിലാണ് ഉത്തരം നൽകേണ്ടതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൃത്യമായിട്ട് അറിയാം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ സംഭവം കഴിഞ്ഞ് ഒരു അല്പ വർഷത്തിന് ശേഷം ബദറിൽ വെച്ചുകൊണ്ട്, അതായത് മദീനയിൽ വെച്ച് ആദ്യത്തെ യുദ്ധം, ആ ബദർ യുദ്ധത്തിൽ ഈ 7 പേരും കൃത്യമായിട്ട് ആ ബദർ യുദ്ധത്തിൽ വധിക്കപ്പെട്ടതായിട്ടും അവരെ ആ ബദറിന്റെ പൊട്ടക്കിണറ്റിലേക്ക് എറിയപ്പെടുന്നതായിട്ടും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്നുള്ള. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. ഈ 7 ആളുകളും ബദറിൽ വെച്ച് വധിക്കപ്പെട്ട് അവരെ ആ കിണറ്റിലേക്ക് എറി. അത് എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു. റസൂലുള്ളാഹി അവിടെ പ്രാർത്ഥിക്കുന്നതും ആ പ്രാർത്ഥനയ്ക്ക് പിന്നീട് ആ ബദറിൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിച്ചതും ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു സ്വഹീഹ് ബുഖാരിയിലുള്ള ഹദീസിൽ പറയുന്നതായിട്ട് കാണാൻ സാധിക്കും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതെല്ലാം വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ, ഇപ്പൊ ചില സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനെ സംരക്ഷിച്ചു. അതേ സന്ദർഭത്തിൽ ചില സന്ദർഭത്തിൽ ശത്രുക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരത്തെ പറഞ്ഞതുപോലെയുള്ള ചില പ്രവൃത്തികൾ ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം അറിയാവുന്ന ചില യുക്തികളാൽ അതേ രൂപത്തിലുള്ള സംഭവങ്ങൾ അവിടെ അരങ്ങേറാണ്. എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു ചോദ്യം, എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട ഹബീബായിട്ടുള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ രൂപത്തിൽ എന്തുകൊണ്ട് സഹിക്കേണ്ടി വന്നു? അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റാരേക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായിട്ടുള്ള റസൂലുള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ട്. അഷ്റഫുൽ ഖൽഖായിട്ടുള്ള, ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനായിട്ടുള്ള പ്രവാചകൻ എന്തുകൊണ്ട് ഇതേ രൂപത്തിലുള്ള ത്യാഗത്തിലൂടെ കടന്നു പോകേണ്ടി വന്നു? എന്തുകൊണ്ട് ആ എതിർക്കപ്പെടുന്ന ശത്രുക്കളെ മുഴുവൻ ഒറ്റയടിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവരെ നശിപ്പിക്കാമായിരുന്നില്ല? മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ ആ ഫിർഔന്റെ അനുയായികളെ മുഴുവൻ അതേ രൂപത്തിൽ എന്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തില്ല? സ്വാഭാവികമായിട്ട് കടന്നു വരുന്ന ചോദ്യം. അതിനുള്ള ഉത്തരം, ഒന്നാമതായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല ഈ രൂപത്തിൽ ദീനിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല മാർഗത്തിലെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നത്. ഈ മാർഗത്തിൽ കടന്നു വരുന്ന സർവ്വ പ്രവാചകന്മാരും സമാനമായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള ത്യാഗസന്നദ്ധ അല്ലെങ്കിൽ ആ രൂപത്തിൽ കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലെല്ലാം അതേ രൂപത്തിലുള്ള നിരവധി സംഭവങ്ങൾ പരിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്. മറ്റൊരു മനോഹരമായിട്ടുള്ള കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള കഠിനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതേ രൂപത്തിൽ മുൻഗാമികളായിട്ടുള്ള പ്രവാചകന്മാരെ സഹിക്കേണ്ടി വന്ന ആ ത്യാഗങ്ങളുടെ കഥകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല പലതും നൽകുന്നത് മക്ക കാലഘട്ടത്തിലാണ്. അത് യഥാർത്ഥത്തിൽ അതുവഴി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിക്കുകയായിരുന്നു. പ്രവാചകരെ, താങ്കൾ മാത്രമല്ല, ഇതേ രൂപത്തിൽ മുൻകാലത്ത് കടന്നു വന്ന പ്രവാചകന്മാരും ഇതേ രൂപത്തിൽ സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ക്ഷമിക്കുക, അതിന് ഏറ്റവും വലിയ പ്രതിഫലം ഞാൻ താങ്കൾക്ക് നൽകുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വാസവാക്കുകളായിട്ട് നൽകിയതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്മാരുടെ തുടർച്ചയായിട്ട് അവസാനമായിട്ട് കടന്നു വന്നതാണ്. എല്ലാ പ്രവാചകന്മാരും ആ ദീനിന്റെ മാർഗത്തിൽ ത്യാഗം സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരുടെ തുടർച്ചയാണ് അവസാനത്തെ പ്രവാചകനായിട്ട് കടന്നു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, മനോഹരമായിട്ടൊരു കെട്ടിടം, ആ കെട്ടിടത്തിൽ ഒരു കല്ല് മാത്രം ബാക്കി വെക്കാനുണ്ട്, ആ കല്ലാണ് ഞാൻ. റസൂലുള്ളാഹി ഉപമിക്കുന്നുണ്ട്. അപ്പൊ അതേ പാതയിലാണ് റസൂലുള്ളാഹി കടന്നു വരുന്നത്. അതേപോലെ തന്നെ ഇതേ രൂപത്തിൽ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നതുകൊണ്ടാണ് പ്രവാചകന്മാർ ഏറ്റവും ഉന്നതരായിട്ട് മാറുന്നത്. അവരുടെ റാങ്ക് അള്ളാന്റെ കണ്ണിൽ അത്രയേറെ ഉയരാനുള്ള കാരണം അവര് ഇതേ രൂപത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വഹീഹായിട്ടുള്ള മറ്റൊരു ഹദീസിലും അശദ്ദുന്നാസി ബലാ അൽ അംബിയ, റസൂലുള്ളാഹി പറയുന്നുണ്ട്, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെടുക അമ്പിയാക്കളാണ്. അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മൾ ഭൗതികമായിട്ട് ചിന്തിക്കുന്ന സന്ദർഭത്തിലും ഏറ്റവും കഠിനമായിട്ടുള്ള പ്രയാസമുള്ള എക്സാം അല്ലെങ്കിൽ IAS പോലെയുള്ള എക്സാം എഴുതി അതിൽ വിജയം വരിക്കുന്ന സന്ദർഭത്തിലാണ് സമൂഹത്തിൽ ഏറ്റവും അയാൾക്ക് പേരും പ്രശസ്തിയൊക്കെ വരിക. അതേ സന്ദർഭത്തിൽ എളുപ്പമായിട്ട് വിജയിക്കുന്ന എക്സാം എഴുതി കഴിഞ്ഞാൽ അത്ര ഒരു സ്ഥാനം ഉണ്ടാവില്ല. ഇതേ രൂപത്തിൽ അത്രയേറെ ത്യാഗങ്ങൾ അവർ അള്ളാന്റെ മാർഗത്തിൽ സഹിക്കേണ്ടി വന്നതുകൊണ്ടാണ് അത്രയും പ്രിയപ്പെട്ടവർ അള്ളാന്റെ മുന്നിൽ ഏറ്റവും വലിയ സ്ഥാനം അവർക്ക് കൈവരിക്കാൻ സാധിച്ചത്. രണ്ടാമതായിട്ട്, ഈ ദുനിയാവ് എന്നുള്ളത്, ദുനിയാവ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് തന്നെ പരലോകത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ സെറ്റിലാകാനുള്ള ഇടമല്ല ഈ ദുനിയാവ് എന്നുള്ളത്. ദുനിയാവില് സമ്പൂർണ്ണമായിട്ട് സുഖസൗകര്യങ്ങളോടുകൂടെയുള്ള ഒരു ജീവിതം ഒരാൾക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുകയില്ല. പരിശുദ്ധ ഖുർആനിൽ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്, സൂറത്തുൽ ബലദ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, സർവ്വ മനുഷ്യരും പ്രയാസം സഹിക്കേണ്ട വിധത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിട്ടുള്ളത്. അത് മുസ്ലിം ആകട്ടെ കാഫിറാകട്ടെ എല്ലാ ആളുകളുടെയും ജീവിതത്തിൽ പ്രയാസം ഉണ്ടാവും, സുഖദുഃഖങ്ങൾ മാറി വരും. സൂറത്ത് നജ്മിന്റെ 43-ാമത്തെ വചനത്തിൽ അന്നഹു ഹുവ അദ്ഹക വ അബ്ക, മനോഹരമായിട്ടുള്ള ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അവനാണ് ചിരിപ്പിക്കുകയും കരയിപ്പിക്കുകയും ചെയ്യുന്നത്. അപ്പൊ ജീവിതത്തിൽ ഈ സുഖദുഃഖങ്ങൾ മാറി മാറി വരും എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരാളെ സംബന്ധിച്ച്, നമ്മളെ ഏതെങ്കിലും ഒരാളെ, അയാൾ എത്ര ഭാഗ്യവാനാണ്, അയാൾ എല്ലാം കൊണ്ട് സുഖമാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അയാൾ അടുത്തറിയുന്ന സന്ദർഭത്തിൽ അയാൾക്ക് അയാളുടേതായിട്ടുള്ള നിരവധി പ്രയാസങ്ങൾ ഉണ്ടാകും.
രോഗങ്ങൾ ബാധിച്ച, എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് രോഗം ബാധിച്ച ആളുകൾ, അതല്ലെങ്കിൽ പ്രിയപ്പെട്ട ആളുകളുടെ വേർപാടുകൾ, പട്ടിണി, ഇതെല്ലാം മാറി മറിഞ്ഞുകൊണ്ട് വരുമെന്നുള്ളതാണ്. അത് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് ഇതല്ല നിങ്ങളുടെ സങ്കേതം, ദുനിയാവല്ല നിങ്ങൾ സെറ്റിലാകാനുള്ള സങ്കേതം. നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഇടം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വെച്ചിട്ടുണ്ട്, ആഖിറത്താണ്. സുബ്ഹാനല്ലാഹ്. അത് ഏതൊരാളും അത് ചിന്തിച്ചു നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അക്കാര്യത്തിൽ നമുക്ക് മാതൃകയാവുകയാണ്. അതായത് ലോകത്തെ ഏറ്റവും ഉന്നതമായിട്ടുള്ള അഷ്റഫുൽ ഖൽഖായിട്ടുള്ള ആ റസൂലുള്ള പോലും ദുനിയാവിൽ ഇതേ രൂപത്തിൽ സഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട്? അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല മനോഹരമായിട്ടുള്ള മറ്റൊരായത്ത് സൂറത്തുൽ അംബിയാഇന്റെ 34-ാമത്തെ വചനത്തിൽ, അപ്പൊ നമുക്കറിയാം ദുനിയാവിലെ ഏതൊരാളും അങ്ങേയറ്റം ഭയക്കുന്നത്, അത് കാഫിറുകളായിട്ടുള്ള ആളുകളും അങ്ങേയറ്റം ഏതൊരു ദൈവനിഷേധികളും ഭയക്കുന്ന ഒരു കാര്യമാണ് മരണം. ആ മരണത്തെ സംബന്ധിച്ച് പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അംബിയായിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, അഫ ഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ, ഓ പ്രവാചകരെ താങ്കൾ വഫാത്തായിട്ടുണ്ട്, പിന്നെ അവര് എല്ലാ കാലത്തും ശാശ്വതമായിട്ട് ജീവിക്കുമെന്നാണോ കരുതുന്നത്? അതായത് ദുനിയാവിലെ ഏതെങ്കിലും ഒരാൾക്ക് ശാശ്വതമായിട്ടുള്ള ജീവിതം നൽകാൻ അർഹതയുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹിക്കായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ആ മരണം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് അവർ അതിൽ നിന്ന് ഒഴിവാകുമെന്നാണോ? അതായത് അതേ രൂപത്തിൽ സമാനമായിട്ട് ദുനിയാവിലെ ഏറ്റവും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഇതേ രൂപത്തിൽ ത്യാഗങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ആ ത്യാഗം അത് നമുക്കതിലൂടെ മാതൃകയാവുകയും കൂടെ ചെയ്യാണ്. അതായത് ഇത്തരത്തിലുള്ള കഠിനമായിട്ടുള്ള തീക്ഷ്ണമായിട്ടുള്ള സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വരുന്ന സന്ദർഭത്തിൽ എങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ മുറുകെ പിടിക്കണം, എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത് എന്നുള്ളതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിലൂടെ മാതൃകയാവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും ഹബീബായിട്ടുള്ള ആ പ്രവാചകൻ, അഷ്റഫുൽ ഖൽഖായിട്ടുള്ള റസൂലുള്ള പോലും ഇതെല്ലാം സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാനാര്? ഇതായിരിക്കും വിശ്വാസികൾ, അവസാന കാലം വരെയുള്ള വിശ്വാസികൾ പ്രയാസം വരുന്ന സാഹചര്യങ്ങളിൽ അവർ ചിന്തിക്കുക. ഒരു മകനെ നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ 5 മക്കളെയും സ്വന്തം കൈകൊണ്ട് ഖബറിടത്തേക്ക് വെക്കേണ്ടി വന്ന ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആകുന്ന പിതാവ് ആ മനുഷ്യന്റെ മനസ്സിൽ ഒരു വലിയ തണുപ്പായിട്ട് മാറുകയാണ്. റസൂലുള്ള പോലെ അത് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്, പിന്നെ ഒരു മകനെ നഷ്ടപ്പെട്ടതിന് ഞാനെന്ത് വിഷമിക്കണം? അതേപോലെ തന്നെ ഭാര്യ നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ, പ്രിയ പത്നി നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ എത്രയെത്ര ഭാര്യമാരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നഷ്ടപ്പെട്ടത്. എന്നിട്ടും അള്ളാഹുവിന്റെ മാർഗത്തിൽ അടിയുറച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിലകൊണ്ട് നമുക്ക് മാതൃകയാവുകയാണ്. അതേപോലെ തന്നെ അതേ രൂപത്തിൽ ശത്രുക്കളാൽ പീഡിപ്പിക്കപ്പെട്ട ആ കാലഘട്ടത്തിൽ അവർ കാണിച്ച ആ തുല്യതയില്ലാത്ത ക്ഷമ, അവരുടെ സഹനം, അതെല്ലാം എക്കാലഘട്ടത്തിലുള്ള വിശ്വാസികൾക്ക് മാതൃകയാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കുക, ഒരു ത്യാഗവും ഇല്ലായിരുന്നെങ്കിൽ, അപ്പൊ നമ്മളെല്ലാം നേരത്തെ ചോദിച്ചതുപോലെ ഒരു ത്യാഗവും ഇല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിജയം നൽകപ്പെട്ടിരുന്നെങ്കിൽ, റസൂലുള്ളാഹി ഈ പറഞ്ഞതെല്ലാം കേവലം തിയറികൾ മാത്രമായിരുന്നെങ്കിൽ, അതങ്ങനെ പറഞ്ഞു പോയി കാലങ്ങൾക്ക് ശേഷം 1000-1500 വർഷത്തിന് ശേഷം ഇന്നൊരാൾക്ക് ആ ചരിത്രം വായിക്കുന്ന സന്ദർഭത്തിൽ എളുപ്പത്തിൽ അതേ സാഹചര്യം പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന ഒരാൾക്ക് നിസ്സാരമായിട്ട് ചോദിക്കാം, ഇതെല്ലാം പറയാൻ നല്ല സുഖമാണ്, അതൊക്കെ അനുഭവിക്കുന്ന സന്ദർഭത്തിലെ അറിയൂ എന്നൊരാൾ പറയും. പക്ഷേ റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ അങ്ങനെ പറയാൻ സാധിക്കില്ല. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെല്ലാം ആദ്യത്തിൽ ചെയ്ത് കാണിച്ച് അല്ലെങ്കിൽ പ്രവർത്തിച്ചതിന് ശേഷമായിരുന്നു റസൂലുള്ളാഹി പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് തന്നെ അതിലെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും വലിയ മാതൃകയാവുകയാണ്. അങ്ങനെ തന്നെയാണ് ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്കും വിജയം നേരിട്ട് ദുനിയാവിലേക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചു കൊടുത്തിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള ഒരു ദുനിയാവിന്റെ ഒരു നിയമം, ഒരു യൂണിവേഴ്സൽ ലോ തന്നെ, ഇന്ന മഅൽ ഉസ്രി യുസ്ര, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയും, ഞെരുക്കത്തിന്റെ കൂടെ ഒരു എളുപ്പമുണ്ടാവും, ത്യാഗത്തിലൂടെ മാത്രമേ വിജയം കൈവരിക്കാൻ സാധിക്കൂ എന്നുള്ള. അത് ഏത് അവിശ്വാസികൾക്കെല്ലാം സമാനമാണ്. അപ്പൊ നമ്മൾ ഒരു വർഷം കഷ്ടപ്പെട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ അവസാനം പരീക്ഷയിൽ വിജയിക്കാൻ സാധിക്കൂ എന്നുള്ള. അപ്പൊ അതേ രൂപത്തിൽ ആ ത്യാഗസന്നദ്ധത ഉണ്ടെങ്കിൽ മാത്രമേ വിജയം കൈവരിക്കൂ. അത് ഒരു ത്യാഗമില്ലാതെ ഒരാൾക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയം കയ്യിൽ വെച്ചു കൊടുക്കില്ല. അത് ലോകത്തെ ഏറ്റവും നല്ല മനുഷ്യനായിട്ടുള്ള അഷ്റഫുൽ ഖൽഖായിട്ടുള്ള റസൂലുള്ളാഹിന്റെ കാര്യത്തിൽ വരെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ രൂപത്തിലല്ല ചെയ്തത് എന്നുള്ള. ലോകത്തിലെ ഏറ്റവും നല്ല മനുഷ്യന് വരെ ദീനിന്റെ മാർഗത്തിൽ ഇത്രയേറെ ത്യാഗങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒന്നുമല്ലാത്ത നമുക്ക് ആ ദീനിന്റെ മാർഗത്തിൽ നേരിടേണ്ടി വരുന്ന പ്രയാസമെല്ലാം ഒരു നിസ്സാരമായിട്ട് മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി മാത്രമല്ല അനുയായികളും ഇതേ രൂപത്തിൽ സഹിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് അവരെത്രയും റളിയല്ലാഹു അൻഹും വറദു അൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അല്ലെങ്കിൽ സാബിഖൂൻ അവരേറ്റവും ഉയർന്ന കാറ്റഗറിയിലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്രയേറെ സ്വഹാബത്തിന് സ്ഥാനം നൽകിയത് എന്തുകൊണ്ട് എന്നുള്ളതിന്റെ മറുപടി അവർ ദീനിന്റെ മാർഗത്തിൽ സഹിച്ച ത്യാഗമാണ്. അതുകൊണ്ടാണ് മക്കയിലെ മുഹാജിറുകൾ അത്രയേറെ ടോപ്പ് ഏറ്റവും ഉയർന്ന കാറ്റഗറിയിൽ എത്താനുള്ള കാരണം. അത്രയേറെ ത്യാഗം അവർ സഹിക്കേണ്ടി വന്നു എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഈ രൂപത്തിൽ അവർ ത്യാഗം നൽകിയത് കൊണ്ട് തന്നെ അവർ അതുവഴി നമുക്ക് മാതൃകയാണ്. അവസാനമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല
അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ കൃത്യമായിട്ട് ഈ ഉമ്മത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച ചില കാര്യങ്ങൾ സൂറത്തുൽ ബഖറയുടെ 155-ാമത്തെ വചനത്തിൽ വലനബുലുവന്നക്കും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, തീർച്ചയായിട്ടും നിങ്ങളെ ഇതേ രൂപത്തിൽ, അതായത് നിങ്ങളെ ഇതേ രൂപത്തിൽ ധനം വഴി, അതേപോലെ തന്നെ ശരീര നഷ്ടങ്ങൾ വഴി, പട്ടിണി വഴിയെല്ലാം ഞാൻ നിങ്ങളെ പരീക്ഷിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. ആ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് മാത്രമാണ് വിജയമുള്ളത്. സൂറത്തുൽ അങ്കബൂത്തിന്റെ ആരംഭത്തിൽ ഹസിബൻ നാസു അൻ യുത്രകു അൻ യഖൂലു ആമന്ന വഹും ലാ യുഫ്തനൂൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ, വിശ്വസിച്ചു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഒരു പരീക്ഷണത്തിനും വിധേയാകാതെ അവരെല്ലാം കടന്നു പോകാൻ അവർ കരുതുന്നുണ്ടോ? കേവലം വിശ്വാസം പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം യാതൊരു പ്രയാസവുമില്ലാതെ നിസ്സാരമായിട്ട് ആ വിലപിടിപ്പുള്ള സ്വർഗം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളുടെ മുൻഗാമികളായിട്ടുള്ള ആളുകളെ വരെ ഞാൻ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ ആയത്ത് അവർ നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഈ ആയത്ത് സ്വഹാബത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വായിക്കുന്ന സന്ദർഭത്തിൽ അവർ ചിന്തിക്കുന്നത് അവരുടെ മുൻഗാമികളായിട്ടുള്ള ആ പ്രവാചകന്മാരുടെ ചരിത്രമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇന്ന് വായിക്കുന്ന സന്ദർഭത്തിൽ ആ പ്രവാചകന്മാരോടൊപ്പം തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മേടെയും അനുയായികളുടെയും ആ ത്യാഗത്തിന്റെ കഥയെല്ലാം നമുക്ക് മാതൃകയായിട്ട് മാറുകയാണ്. സുബ്ഹാനല്ലാഹ്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതേ രൂപത്തിൽ അനുഭവിക്കേണ്ടി വന്നതിലുള്ള ചില യുക്തികൾ. സുബ്ഹാനല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗത്തിൽ സഹിച്ച ത്യാഗങ്ങൾ, അതിനുള്ള ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പറഞ്ഞത്. ഇനിയും നമുക്കറിയാം, ഒരല്പം കൂടെ മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ സീറയിൽ ശത്രുക്കൾ അവിടെയുള്ള റസൂലുള്ളാഹിനെയും അനുയായികളെയും അവിടെയുള്ള ഒരു താഴ്വരയിലേക്ക് ഉപരോധിക്കുന്നുണ്ട്, ശിഅബ് അബീ ത്വാലിബ്. അതുമാത്രമല്ല, അതിനുശേഷം ഹിജ്റയോട് തൊട്ട് മുമ്പ് റസൂലുള്ളാഹിനെ അവർ ഒരല്പം കൂടെ കൈകടന്ന് വധിക്കാൻ തന്നെ അവർ ഇറങ്ങിപ്പുറപ്പെടുന്നതായിട്ടെല്ലാം പിന്നീട് കാണാം. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാവുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം തന്നെ പിന്നീട് അബൂബക്കർ സിദ്ദീഖ്, റസൂലുള്ളാഹിന്റെ ഒറ്റ മിത്രമായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഇതേ രൂപത്തിലുള്ള പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. നമുക്കറിയാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആദ്യത്തിൽ തന്നെ ഇസ്ലാം സ്വീകരിച്ചു. യഥാർത്ഥ പേര് അബ്ദുല്ലാഹി ഇബ്നു ഉസ്മാൻ. നേരത്തെ 17-ാമത്തെ എപ്പിസോഡിൽ പറഞ്ഞതാണ്. പിതാവിന്റെ പേര് അബൂ ഖുഹാഫ. ആ പരസ്യപ്രബോധനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ച ഉടനെ തന്നെ, ആ പരസ്യപ്രബോധനം ആരംഭിച്ച ഉടനെ, അതല്ലെങ്കിൽ തൊട്ടു മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കുന്നുണ്ടെന്നും ആ ആദർശം പരസ്യമായിട്ട് പബ്ലിക്കായിട്ട് കഅബാലയത്തിന് സമീപത്ത് പോയിട്ട് വിളിച്ചു പറയാൻ ആദ്യമായിട്ട് ധൈര്യം കാണിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ്. അപ്പൊ ഇസ്ലാമിക ചരിത്രത്തിൽ ആദ്യമായിട്ട് നടന്ന പബ്ലിക് ഖുത്ബ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നടത്തിയതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ കഅബാലയത്തിന് സമീപം ഖുറൈശികൾ തിങ്ങി നിൽക്കുന്ന സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കയറി നിന്നുകൊണ്ട് ആ ഇസ്ലാമിന്റെ മനോഹരമായിട്ടുള്ള ആദർശം, ആ തൗഹീദ് ആഖിറത്ത് റിസാലത്തെല്ലാം അവിടെ പരസ്യമായിട്ട് വിളിച്ചു പറഞ്ഞു. അത് കേട്ടുനിന്ന ഖുറൈശികൾക്ക് അവർക്ക് അവരുടെ രോഷം അടക്കാനായില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുറൈശി ഗോത്രമാണ്. ബനൂ തൈം എന്നുള്ളത് ഖുറൈശികളിൽപ്പെട്ട പ്രധാനപ്പെട്ടല്ല, മറിച്ച് ചെറിയൊരു ഗോത്രമാണ്. എന്നിട്ട് പോലും അവര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മേലേക്ക് അവർ ചാടി വീഴാണ്. പുതിരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അവർ തല്ലി. ആ തല്ലാന് നേതൃത്വം നൽകിയത് ഉത്ബത്ത് ബിൻ റബീഅ ആയിരുന്നു. ഉത്ബത്ത് ബിൻ റബീഅ നേരത്തെ ഞാൻ കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു. അദ്ദേഹം ശക്തമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹം ഉപദ്രവിച്ചു. അദ്ദേഹത്തിന്റെ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച്, അതായത് ഇപ്പൊ നമ്മൾ ബൂട്ട് പോലെയുള്ള അദ്ദേഹത്തിന്റെ ഷൂ ഊരി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം മാസകൾ അദ്ദേഹം അടിക്കുകയാണ്. പ്രത്യേകിച്ച് മുഖത്തുനിന്നും ശരീരത്തിന്റെ വ്യത്യസ്ത ഭാഗത്തു നിന്നെല്ലാം രക്തം ധാരയായിട്ടൊഴുകി അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധരഹിതനായിട്ട് അവിടെ നിലംപതിക്കുകയാണ്. കണ്ടുന്ന ആളുകളെല്ലാം ഉറപ്പിച്ചു, അത്രയേറെ രൂപത്തിൽ അവർ മർദ്ദിച്ചിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു എന്ന് അവിടെയുള്ള ആളുകളെല്ലാം ധരിക്കുകയാണ്. അവസാനം വിവരമറിഞ്ഞ അദ്ദേഹത്തിന്റെ ഗോത്രം ബനൂ തൈം ഗോത്രക്കാർ ഓടിയെത്തി അദ്ദേഹത്തെ താങ്ങിയെടുത്ത് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അതിനുശേഷം ബനൂ തൈം ഗോത്രക്കാർ വന്നിട്ട് അവർ കഅബാലയത്തിന്റെ അവിടെ കയറി നിന്നുകൊണ്ട്, പ്രത്യേകം ഓർക്കുക, വിശ്വാസവും അവിശ്വാസവും എല്ലാം മാറ്റിവെച്ചാലും അവരുടെ ഗോത്ര മഹിമ എന്നുള്ളത് അതായിരുന്നു ഏറ്റവും മുന്നിൽ. അവർ അവിടെ കയറി നിന്നുകൊണ്ട് പറഞ്ഞു, അബൂബക്കറെങ്ങാനും മരണപ്പെട്ടാൽ, വല്ലാഹി അബൂബക്കറെങ്ങാനും മരണപ്പെട്ടാൽ റളിയല്ലാഹു അൻഹു അതിന് ഞങ്ങൾ പകരം ചോദിക്കും, ഉത്ബത്ത് ബിൻ റബീഅ ഞങ്ങൾ ഞങ്ങളുടെ കൈകൊണ്ട് വധിക്കുമെന്ന് ബനൂ തൈം ഗോത്രക്കാർ അവിടെ ശപഥം ചെയ്തു എന്നുള്ള. അങ്ങനെ വീട്ടിൽ ഒരുപാട് സന്ദർഭം അദ്ദേഹം ഒരുപാട് സമയം ബോധരഹിതനായിട്ട് കിടക്കുകയാണ്. ഒരുപാട് സമയത്തിന് ശേഷം അദ്ദേഹത്തിന് ബോധം വന്നു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ തുറന്ന സന്ദർഭത്തിൽ അവിടെ അദ്ദേഹത്തിന്റെ അടുത്തിരിക്കുന്നത് പ്രിയപ്പെട്ട അദ്ദേഹത്തിന്റെ ഉമ്മുൽ ഖൈർ എന്നാണ് അവരുടെ കുനിയ. അതേപോലെ തന്നെ അവരുടെ പിതാവ് അബൂ ഖുഹാഫ. അവർ മകനെ നോക്കി അവിടെ ഇരിക്കുകയാണ്. മകനെ എപ്പോഴാണ് ബോധം വരിക എന്ന് അവർ വിഷമത്തോടു കൂടെ അവിടെ കാത്തിരിക്കുകയാണ്. കണ്ണ് തുറന്ന ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ള അവസാനത്തെ ഓർമ്മ ആ കഅബാലയത്തിന് മുന്നിൽ പ്രസംഗിക്കാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്ന സന്ദർഭത്തിൽ അവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അപ്പുറത്തിരിക്കുന്നുണ്ട്. പ്രത്യേകം മനസ്സിലാക്കുക, 50-ൽ താഴെ മുസ്ലിങ്ങൾ മാത്രമാണ് അന്ന് ഉള്ളത്. ഭൂമിയിൽ മൊത്തം 50-ൽ താഴെ മുസ്ലിങ്ങൾ മാത്രമാണ് ആ സന്ദർഭത്തിലുള്ളത്.
അവർ പല ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരുതാണ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിച്ച അവര് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ മാത്രമല്ല അവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടക്കം മൊത്തം ആളുകളെയും അവർ ഇതേ രൂപത്തിൽ ആക്രമിച്ചിട്ടുണ്ടാകുമെന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരുതുന്നത്. അദ്ദേഹം കണ്ണു തുറന്ന് അദ്ദേഹം നോക്കിയ സന്ദർഭത്തിൽ ഒരു ഭാഗത്ത് മാതാവ് ഇരിക്കുന്നുണ്ട്, മറുവശത്ത് പിതാവും. കണ്ണ് തുറന്ന ഉടൻ അദ്ദേഹം ആദ്യമായിട്ട് ചോദിച്ചത് മാ ഫഅല റസൂലുള്ളാഹ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ ഇരിക്കുന്നു? അതാണ് ആദ്യത്തെ ചോദ്യം. ചിന്തിച്ചു നോക്ക് നിങ്ങൾ. അത് കേട്ട ഉടനെ അദ്ദേഹത്തിന്റെ പിതാവ് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അവസാനം മക്കം ഫതഹിന്റെ അവസാനത്തിലാണ് പിതാവ് ഇസ്ലാമിലേക്ക് വരുന്നത്. പിതാവിനത് സഹിച്ചില്ല. പിതാവ് ഉടനെ തന്നെ അദ്ദേഹത്തോട് കോപിക്കാണ്, ഇനിയും നിനക്ക് മതിയായില്ലേ? ഇതേ രൂപത്തിലെല്ലാം സഹിക്കേണ്ടി വന്നതെല്ലാം ആ മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം മാർഗം നീ പിന്തുടരുന്നതുകൊണ്ടാണ്. ഇനിയും നിനക്ക് മതിയായില്ലേ? വീണ്ടും ഇത്രയേറെ കിട്ടിയിട്ടും വീണ്ടും മുഹമ്മദിനെയാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ അന്വേഷിക്കുന്നത്? അതാണ് അബൂ ഖുഹാഫ പറഞ്ഞ ചോദ്യം. അത് പറഞ്ഞുകൊണ്ട് പിതാവ് ദേഷ്യപ്പെട്ടുകൊണ്ട് ആ റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോവാൻ. ആ സന്ദർഭത്തിൽ മാതാവ് അവിടെ ഇരുന്നു. അങ്ങനെയാണല്ലോ മാതാക്കൾ എന്നുള്ളത് പിതാക്കളെ പോലെയല്ല. മാതാവ് അവിടെ ഇരിക്കാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും ഉമ്മയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു, മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എങ്ങനെയുണ്ട്? ആ സന്ദർഭത്തിൽ ഉമ്മ പറഞ്ഞു, മാ അദ്രി വല്ലാഹി മാ ഫഅല മാ സാഹിബുക്, അതായത് എനിക്കറിയില്ല, അതായത് എന്റെ സുഹൃത്തിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല, നീ എന്തിനാണ് എന്നോട് ചോദിക്കുന്നത്? നീ ഭക്ഷണം വല്ലതും കഴിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മാതാവ് ഭക്ഷണവും ഗുളികയെല്ലാം നൽകിയ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കഴിക്കാൻ വിസമ്മതിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, മുഹമ്മദിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസ്ഥ അറിഞ്ഞാൽ മാത്രമേ ഞാൻ വല്ലതും കഴിക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഈ രൂപത്തിൽ കിടക്കുമെന്ന് ഉമ്മയോട് പറയാണ്. ആ സന്ദർഭത്തിൽ നമുക്കറിയാം ഉമ്മമാരുടെ മനസ്സ് എന്നുള്ളത് പെട്ടെന്ന് അലിയുന്നതിന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ എങ്ങനെയാണത് അറിയുക? ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതിനുള്ള വഴി പറഞ്ഞു കൊടുത്തു. നിങ്ങൾ പോയിട്ട് ഉമ്മു ജമീലിന്റെ അടുത്ത് പോയിട്ട് ചോദിക്കുക. ഉമ്മു ജമീൽ എന്നുള്ളത് ഉമ്മു ജമീൽ ബിൻതി ഖത്താബ്, അതായത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളാണ്. അവരുടെ അടുത്തേക്ക് പോകും. അവർ രഹസ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ രഹസ്യമായിട്ട് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ അവർക്ക് മാത്രം അറിയാവുന്നതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോയിട്ട് രഹസ്യമായിട്ട് ആരും കാണാതെ പോയിട്ട് റസൂലുള്ളാഹിനെ അന്വേഷിച്ചാൽ അവർ പറഞ്ഞു തരും. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് രഹസ്യമായിട്ട് ഉമ്മു ജമീലിന്റെ വീട്ടിലേക്ക് പോവാണ്. അവരെ കണ്ട ഉടനെ ചോദിച്ചു, എവിടെ മുഹമ്മദ്? ആ സന്ദർഭത്തിൽ ഉമ്മു ജമീൽ റളിയല്ലാഹു അൻഹ അവർ വ്യക്തമായിട്ട് മറുപടി പറയുന്നില്ല. കാരണം എന്ത് ബേസിലാണ് മറുപടി പറയുക? കാരണം ഈ ചോദിക്കുന്ന അവര് മറ്റുള്ള ആളുകളുടെ ചാരനാണോ ഒന്നും ഉറപ്പിക്കാനായിട്ടില്ല. കാരണം ശത്രുക്കൾ ആ രൂപത്തിലാണ് അവിടെ പ്രവർത്തിക്കുന്നത്. ആരാണ് മുസ്ലിമായത് അതെല്ലാം എല്ലാം അപകടമുള്ള ഒരു സാഹചര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ വെളിപ്പെടുത്താൻ സാധ്യമല്ല. ഉമ്മു ജമീൽ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, നിങ്ങൾ എന്താണ് എന്നോട് ചോദിക്കുന്നത്? ആ രൂപത്തിൽ അവർ ഒഴിഞ്ഞു മാറാൻ. ആ സന്ദർഭത്തിൽ ഉമ്മ വീണ്ടും ചടിച്ച സന്ദർഭത്തിൽ ഉമ്മു ജമീൽ റളിയല്ലാഹു അൻഹ അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ മകന്റെ അടുത്തേക്ക് നേരിട്ട് വന്ന് ഞാൻ പറഞ്ഞു കൊടുത്താൽ മതിയോ? അപ്പോൾ ഉമ്മ സന്തോഷത്തോടു കൂടെ അത് അംഗീകരിച്ച് അങ്ങനെ ഉമ്മു ജമീലിനെയും കൂട്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഉമ്മുൽ ഖൈർ അവർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് വരാൻ. വീട്ടിൽ കയറിയ ഉടനെ തന്നെ ഉമ്മു ജമീൽ, അത് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളായിരുന്നു ഉമ്മു ജമീൽ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിടക്കുന്ന ആ കാഴ്ച കണ്ട് അവർ നിലവിളിച്ചു എന്നുള്ള. അവർക്ക് വിശ്വസിക്കാൻ സാധിച്ചില്ല. കാരണം അത്രയേറെ ആ രൂപത്തിലുള്ള ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട് ശത്രുക്കൾ അദ്ദേഹത്തെ അടിച്ച് ഉപദ്രവിച്ചിട്ട്. ഉമ്മു ജമീൽ ഉടനെ തന്നെ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, വല്ലാഹി ഈ ക്രൂരത താങ്കളോട് ചെയ്തവരോട് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും. ഒരിക്കലും അള്ളാഹു അവരെ വിടില്ല. എങ്ങനെ തോന്നി അവർക്ക് നിങ്ങളെപ്പോലുള്ള ഇത്രയും മാന്യനായിട്ടുള്ള ഒരു വ്യക്തിയോട് ഇതേ രൂപത്തിലുള്ള ഒരു ക്രൂരത ചെയ്യാൻ അവർക്ക് എങ്ങനെ തോന്നി? ആ സന്ദർഭത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അതൊന്നുമല്ല ചിന്തിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, മാ ഫഅല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയുണ്ട്? ആ സന്ദർഭത്തിൽ ഉമ്മു ജമീൽ അവര് മാതാവിന്റെ മുഖത്തേക്ക് നോക്കണം. അതായത് മാതാവ് ആ റൂമിൽ ഇരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് മാതാവിന്റെ മുമ്പിൽ നിന്നും ആ രഹസ്യം പറയാൻ അവർ ഭയപ്പെടാണ്. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യത്തിൽ സംസാരിക്കാം, എന്റെ ഉമ്മയെ താങ്കൾക്ക് നിങ്ങൾക്ക് വിശ്വസിക്കാമെന്ന് പറഞ്ഞു. ആ സന്ദർഭത്തിൽ ഉമ്മു ജമീൽ അവർ പറഞ്ഞു കൊടുത്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുരക്ഷിതനാണ്. റസൂലുള്ളാഹ് ദാറുൽ അർഖമിലുണ്ട്. ദാറുൽ അർഖമിൽ സുരക്ഷിതമായിട്ട് അവിടെ ഉണ്ട് എന്നുള്ള. സുബ്ഹാനല്ലാഹ്. ദാറുൽ അർഖം കഴിഞ്ഞ ഭാഗത്തിന്റെ അവസാനം ഞാൻ സൂചിപ്പിച്ചിരുന്നു.
അപ്പോൾ ഉമ്മു ജമീലിന്റെ മറുപടി കേട്ട ഉടനെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മോനെ, നിനക്ക് അറിയേണ്ടത് നീ അറിഞ്ഞല്ലോ, ഇനി വല്ലതും കഴിക്ക്. ആ സന്ദർഭത്തിലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പുന്നാരുമ്മ, ഞാൻ കഴിക്കില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നേരിട്ട് കാണാതെ ഞാനൊന്നും കഴിക്കില്ല എന്നുള്ള സ്നേഹം നോക്കുക. ആ സന്ദർഭത്തിൽ ഉമ്മു ജമീൽ പറഞ്ഞു, ഈ സന്ദർഭത്തിൽ ഒരിക്കലും അങ്ങോട്ട് പോകാൻ സാധ്യതയില്ല, കാരണം ദാറുൽ അർഖമിലാണ്. സൂര്യൻ അസ്തമിച്ച് ഒരല്പം നേരെ ഇരുട്ടിയാൽ നമുക്ക് രഹസ്യമായിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ സന്ധ്യാസമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ഉമ്മുൽ ഖൈറും ഉമ്മു ജമീലും അവരുടെ രണ്ടാളും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ താങ്ങിയെടുക്കുകയാണ്. രണ്ടാളുകളുടെയും തോളിൽ, ഹിജാബിന്റെ ആയത്തിന്റെ എല്ലാം മുമ്പാണ് ഇത്, പ്രത്യേകം മനസ്സിലാക്കുക. രണ്ടാളുകളുടെയും തോളിൽ കൈവച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദാറുൽ അർഖം ലക്ഷ്യമായിട്ട് നടക്കുകയാണ്. ആ ദാറുൽ അർഖമിൽ എത്തിയ ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദൂരെ നിന്ന് വരുന്ന കാഴ്ച കണ്ട ഉടനെ തന്നെ റസൂലുള്ളാഹി കരഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഓടിച്ചെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി കരയാണ്. ആ സന്ദർഭത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കരയുന്നുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, പ്രവാചകരെ, കരയാതെ, എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല, ചെറിയ മുറിവല്ല, അതെല്ലാം ഒരല്പം കഴിയുമ്പോൾ മാറും. റസൂലുള്ളാഹിനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആശ്വസിപ്പിക്കുകയാണ്. ആ കാഴ്ച കണ്ടു നിന്ന ആളുകളെ മുഴുവനും കരയിപ്പിക്കുന്നതാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, ആ മാതാവ് ഇതെല്ലാം കണ്ട് അത്ഭുതത്തോടു കൂടെ നിൽക്കുകയാണ്. ഇതെന്തൊരു സ്നേഹമാണ് ഇവർ തമ്മിൽ, എന്തൊരു സന്ദേശം, എന്തൊരു ഈമാന്റെ ആ പവർ നേർക്ക് നേരെ അവർ കണ്ട സന്ദർഭത്തിൽ അവര് ആ മകന്റെ പ്രവൃത്തിയിലൂടെ അവർ കാണാണ്. അത് വല്ലാതെ അവരെ സ്വാധീനിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞു, ഓ റസൂലേ, ഇതാണ് എൻ്റെ പ്രിയപ്പെട്ട മാതാവ്, ഇതാണ് എൻ്റെ ഉമ്മ. നിങ്ങൾ എൻ്റെ മാതാവിന് വേണ്ടി അള്ളാഹുവിനോടൊന്ന് പ്രാർത്ഥിക്കണം, താങ്കളുടെ പ്രാർത്ഥന അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമല്ലോ. ആ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈയുയർത്തുകയാണ്. ആ ഇസ്ലാമിന്റെ വെളിച്ചം ആ മാതാവിന് ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. ആ മാതാവ് ഇസ്ലാം സ്വീകരിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, ചിന്തിച്ചു നോക്കുക, മാതാവ് ഇസ്ലാം സ്വീകരിക്കണം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അതിനേക്കാൾ വലുത് എന്ത് വേണം? ചിന്തിച്ചു നോക്കുക. ഉമ്മയുടെ ഹിദായത്തിനു വേണ്ടി ഇതിനേക്കാൾ വലിയൊരു ത്യാഗം, ഇതിനേക്കാൾ 100 മടങ്ങ് സഹിക്കാൻ വരെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരുപക്ഷെ സന്നദ്ധനായേക്കാം. പക്ഷേ ഈ ഒരു ചെറിയ ത്യാഗത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ പ്രതിഫലം ആ മാതാവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്ത് നൽകുകയാണ്. സുബ്ഹാനല്ലാഹ്. മാതാവ് ഇസ്ലാമിലേക്ക് കടന്നു വരാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ നിന്നുകൊണ്ടും മടങ്ങാണ്. ഇതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമായിട്ട് ബന്ധപ്പെട്ട് ചരിത്ര ഗ്രന്ഥങ്ങൾ നമ്മൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും പോലെയുള്ള ഖുറൈശികളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഈ വ്യക്തികൾ പോലും ഈ രൂപത്തിൽ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചു നോക്കുക. പാവങ്ങളായിരുന്ന സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ബിലാലിനെ പോലെയുള്ള, അതേപോലെ അമ്മാർ ഇബ്നു യാസിറിനെ പോലെയുള്ള ആളുകൾ, അവരെല്ലാം എത്രത്തോളം സഹിക്കേണ്ടി വന്നിട്ടുണ്ടാകും. അവരുടെ ആ ത്യാഗത്തിന്റെ ആ കഥകളാണ് ഇൻഷാ അല്ലാഹ് തുടർന്നുള്ള ഭാഗങ്ങളിൽ നമ്മൾ വിശദീകരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അടുത്തറിയാനും ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിച്ച് നാളെ സ്വർഗ്ഗലോകത്ത് റസൂലുള്ളാഹിന്റെയും സ്വഹാബത്തിന്റെയും കൂടെ ഒരുമിക്കാനുള്ള മഹാസൗഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. السلام عليكم ورحمة الله.